أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تترى على خير البنينا من مضر من بين رسل الله وصيت الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وابل الندى وهو البدر بتمامه ولنوره استحيا القمر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതരെ, നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജുറാത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നലെ നാം അല്പം സംസാരിച്ചത്. അതിൽ ഉൾപ്പെട്ട വിഷയമാണെങ്കിലും പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ എപ്പോഴും കരുതിയിരിക്കേണ്ട, കാത്തു സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ബഹുമാനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസവും നമ്മുടെ കർമ്മവും ഉയർച്ച പ്രാപിക്കുന്നതിന് അനിവാര്യമായ ഘടകമാണ് ആദരവ്, ബഹുമാനം എന്നത്. ആത്മജ്ഞാനികൾ എപ്പോഴും പറയുന്ന, പല ആളുകളും പ്രത്യേകം എണ്ണിപ്പറഞ്ഞ ഒരു വാക്യമാണ് മാ വസ്വല മം വസ്വല ഇല്ലാ ബിത്തഅദീം. എത്തേണ്ടവർ മുഴുവനും ഉന്നതങ്ങൾ പ്രാപിച്ചത്, ഉയർച്ചകൾ തേടിയെത്തിയത് ഇല്ലാ ബിത്തഅദീം, ആദരവ് കൊണ്ട്. തീരെ ഇൽമില്ലാത്ത ആളുകളും
ആദരവ് കാരണം അറിവ് നൽകപ്പെട്ടവർ ചരിത്രത്തിൽ ഉണ്ട്. ഇബാദത്തിന് നേരത്തെ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ ആദരവ് കാരണം ഇബാദത്തിന്റെ ഉന്നതനങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടവരുണ്ട്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തികളിൽ, നമ്മുടെ നീക്കുപോക്കുകളിൽ അല്ലാഹു ആദരിക്കാൻ പഠിപ്പിച്ച വ്യക്തികൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ, സമയങ്ങൾ എല്ലാറ്റിനെയും നാം ആദരിക്കേണ്ടതുണ്ട്. ആ ആദരവർഹിക്കുന്ന ആളുകളോട് സംസാരിക്കുന്നതും നോക്കുന്നതും അവരോട് പെരുമാറുന്നതും വ്യത്യസ്ത രീതിയിലായിരിക്കണമെന്ന് അല്ലാഹു നിർദ്ദേശിക്കുമ്പോൾ സമൂഹത്തിൽ അത്തരത്തിലുള്ള അസാധാരണ വ്യക്തിത്വങ്ങളെ വേറെ തന്നെ കാണുകയും അവരർഹിക്കുന്ന ബഹുമാന രീതികൾ അവർക്ക് വകവെച്ചു കൊടുക്കുകയും വേണം. അതിൽ എണ്ണിപ്പറയാവുന്ന ആളുകൾ ധാരാളം ഉണ്ട്. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും അയൽപക്കത്തും നാട്ടിലും മറുനാട്ടിലുമെല്ലാം ഉണ്ടാകും. അവരർഹിക്കുന്ന ബഹുമാനം നാം അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ നമുക്ക് കനത്ത നഷ്ടം വരുന്നത് നമ്മുടെ ജീവിതത്തിലെ സുഹൃതങ്ങൾ മുഴുവനും പാഴ്വേലയായി മാറുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ആമുഖമായൊരു കാര്യം സൂചിപ്പിക്കുന്നത്, വളരെ വിശാലമായ സൗകര്യം ചെയ്തു കൊടുത്ത ഒരു രാജാവായിരുന്നു ഫിർഔൻ. വളരെയധികം വിസ്തീർണവും വിശാലതയും സാമ്പത്തിക സ്രോതസ്സും സൗകര്യങ്ങളും നൽകി ഇലാഹിയത്ത് വാദിക്കുന്നതിന്റെ മുമ്പ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു ആരാണെന്നും ആ അല്ലാഹുവിന്റെ ഏകത്വം വിശ്വസിച്ച് അംഗീകരിക്കണമെന്നുമൊക്കെ ഓർമ്മപ്പെടുത്തി അമാനുഷിക സിദ്ധികൾ പഠിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോഴും എതിർപ്പിന്റെ സ്വരങ്ങൾ മാത്രം മുഖമുദ്രയാക്കിയ ഫിർഔനെ എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല എന്ന് അല്ലാഹുവോട് ചോദിക്കുകയുണ്ടായി. ഒരു വേള അല്ലാഹു അതിന് മറുപടി കൊടുത്തത് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അൻത തൻദുറു ഇലാ കുഫ്രിഹി വഅന അൻദുറു അലാ മാ കതബഹു അലാ ബാബിഹി. അൻത തൻദുറു ഇലാ കുഫ്രിഹി, ഓ മൂസാ നബിയെ, നിങ്ങൾ ഫിർഔനിന്റെ നിഷേധത്തിലേക്കാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനെ വിശ്വസിക്കാത്ത ആളല്ലേ, യൗമുൽ ആഖിറിൽ വിശ്വാസമില്ലാത്ത ആളല്ലേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലായിട്ട് എന്നെ വിശ്വസിക്കാത്ത ആളല്ലേ. വഅന അൻദുറു ഇലാ മാ കതബഹു അലാ ബാബിഹി, കൊട്ടാരത്തിന്റെ കവാടത്തിന്റെ മുകളിൽ ഫിർഔൻ എഴുതി വച്ചതിലേക്കാണ് എന്റെ നോട്ടം എന്ന് റബ്ബ് തആല പറഞ്ഞു. എന്താണ് കൊട്ടാരത്തിന്റെ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചിരുന്നത്? ബിസ്മില്ലാഹ് എന്ന വളരെ ബഹുമാനമുള്ളൊരു വചനമായിരുന്നു. ഖബല അൻ യദ്ഇയ ഇലാഹിയ്യ, ഇലാഹാണെന്ന് വാദിക്കുന്നതിന്റെ മുമ്പ് അല്ലാഹു ഫിർഔന് നൽകിയ പരിഗണന ചെറുതല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനം, ആദരവ് എന്നത് വിശ്വാസികൾ എപ്പോഴും കരുതേണ്ട, ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ട വലിയ ഒരു സമ്പത്താണ്. അത് സമൂഹത്തിൽ ഏറ്റവും അധികം നൽകപ്പെടേണ്ടത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അതിശ്രേഷ്ഠരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അതിലെ ഒരു ഭാഗം ഇന്നലെ നാം പറഞ്ഞു. അതിന്റെ ചില വിഷയങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാറുണ്ട്. സൗകര്യപൂർവ്വം ഞാൻ അവസാനത്തിലേക്ക് നീക്കി വെക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്തരുത്, ഫൗക സൗത്തിൻ നബി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തിന്റെ ഉപരി നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയർത്തരുത്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ, വർത്തമാനം കൊണ്ട് നിങ്ങൾ ആ നബിയോട് ഉറക്കയാക്കരുത്. കജഹ്രി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം ഉറക്കെ പറയുന്നത് പോലെ, പരസ്പരം സംബോധന നടത്തുന്നത് പോലെ, പരസ്പരം നിങ്ങൾ വിളിക്കുന്നത് പോലെ ആ നബിയെ നിങ്ങൾ ഉറക്കെ വിളിക്കരുത്, ശബ്ദം ഉയർത്തരുത്. എന്തിനാണ് നിങ്ങളോട് ഇത് പറയുന്നത്? അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അൻ തഹ്ബത അഅ്മാലുകും, നിങ്ങളുടെ അമലുകൾ, എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി പോകും. പോകാതിരിക്കാനാണിത് പറയുന്നത്. നിങ്ങളെ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകുന്നതിനാണ് ഇത് നിങ്ങളോട് ഉണർത്തുന്നത്. ഉയർത്തരുത്, ഉയർത്തിയാൽ പൊളിഞ്ഞു പോകും. പരസ്യമായി പരസ്പരം പറയുന്നത് പോലെ പറയരുത്, അമലുകൾ പൊളിഞ്ഞു പോകും. വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത ഭാഗത്തിലൂടെ നിങ്ങൾ ഏറ്റവും വലിയ സമ്പത്തായി കരുതുന്ന നിങ്ങളുടെ കർമ്മങ്ങൾ, ജീവിതത്തിൽ ഇടവിടാതെ ചെയ്തു വച്ച നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഹജ്ജുകൾ, ഉംറകൾ തുടങ്ങി എണ്ണിയാൽ ഒതുങ്ങാത്ത സുഹൃതങ്ങളെല്ലാം പൊളിഞ്ഞു പോകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ ബഹുമാനത്തിന്റെ തലം എങ്ങനെയാണ്? ഇന്നല്ലദീന യഖുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ ശബ്ദങ്ങൾ പതുക്കെയാക്കി പറയുന്നവർ, ശബ്ദം താഴ്ത്തി വളരെ പതുക്കെ സംസാരിക്കുന്നവർ, ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും, അവർ വലിയ മഹത്തുക്കളാണ്. അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും, അവരുടെ മനസ്സുകളെ അല്ലാഹു കടഞ്ഞെടുത്തിരിക്കുന്നു. അവരെ മനസ്സുകളെ അല്ലാഹു തആല സ്ഫുടം ചെയ്തെടുത്തിരിക്കുന്നു. ലിത്തഖ്വാ, ആത്മവിശുദ്ധിയിലേക്ക്. അവരെ കൽബുകൾക്ക് അല്ലാഹു ആത്മവിശുദ്ധി കറകളഞ്ഞ രൂപത്തിൽ അവിടെ നൽകിയിരിക്കുന്നു. അത് ഇവിടെ നിങ്ങൾക്ക് അവർ കാണാൻ പറ്റുന്ന ബഹുമാനമാണെങ്കിൽ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം, ആ ആദരവ് കാരണമുള്ള ബഹുമാനം ഇവിടെ ചുരുക്കാവതല്ല. ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് വിശാലമായ പാപമോചനമുണ്ട്. വഅജ്റുൻ അദീം, വലുപ്പം നിശ്ചയിക്കാൻ കഴിയാത്ത, അളവ് നിശ്ചയിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വളരെ വലിയ കൂലിയും അല്ലാഹു നൽകുന്നുണ്ട്. ഇതാണ് ആയത്തിന്റെ ചുരുക്കം. അതിന്റെ തഫ്സീറുകളിലേക്ക് പെട്ടെന്ന് കിടക്കുക. കുറേ വിഷയങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനും പറയാനും കേൾക്കാനുമുണ്ട്. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠനം അല്ലാഹു പൊരുത്തപ്പെടുന്ന അർത്ഥത്തിൽ നടത്തി അത് കേട്ട് വിശുദ്ധ ഖുർആനിന്റെ മാഹാത്മ്യം ഉൾക്കൊണ്ട് വിഷയങ്ങൾ ഗ്രഹിച്ച് പ്രാവർത്തികമാക്കുന്നവരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, സന്താനങ്ങൾ, സഹപാഠികൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു ഇന്നലെ പറഞ്ഞതുപോലെ ഒരു തലക്കെട്ടാണ് ഇന്നും. യാ അയ്യുഹല്ലദീന ആമനൂ. എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇന്നലെ പറഞ്ഞതിൽ ഇതങ്ങ് കൂട്ടി പറഞ്ഞാൽ പോലെ. ഇന്നലെ പറഞ്ഞ വിഷയം ചെറിയൊരു ആയത്തല്ലേ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ആ ആയത്തിനോടൊപ്പം ബാക്കിയൊക്കെ ചേർത്തി പറഞ്ഞാൽ പോലെ. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറയാതെ വിഷയം ലാ തർഫഉ അസ്വാതക്കും ഫൗക സൗത്തിൻ നബി വലാ തർഫഉ ഒരു വാവ് ചേർത്ത് അങ്ങ് കൂട്ടി പറഞ്ഞാൽ പോലെ. അല്ല, ഇന്നലെ അല്ലാഹു തആല മൊത്തത്തിൽ വാക്കും പ്രവൃത്തിയും മറികടക്കരുത്, പരിധി വിടരുത്, സ്വാഭിപ്രായങ്ങളൊക്കെ വലിച്ചെറിയണം എന്ന് പ്രത്യേകം ഉപദേശിച്ച ശേഷം വീണ്ടും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞത്
വഇആദത്തുൻ നിദാഇ മഅ ഖുർബിൽ അഹ്ദി ബിഹി. ഇപ്പൊ അടുത്ത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, പരിചയം മാറാനായിട്ടില്ല. വീണ്ടും ഈ വിളിയാണ് അമ്മ ആവർത്തിച്ചത്. ലിൽ മുബാലഗതി ഫിൽ ഇഖാദി വത്തംബീഹി വൽ ഇശ്ആരി ബിസ്തിഖ്ലാലി കുല്ലി മിനൽ കലാമൈനി ബിസ്തിദാഇൽ ഇത്നാഇ ബിശഅനിഹി. രണ്ട് വിഷയത്തിലാണ്. ഒന്ന്, നന്നായി ഉണർന്നു പറയുന്ന വിഷയം ചിന്തിക്കണം, ശരിക്ക് ഓർക്കണം, മനസ്സിനെ തട്ടിയുണർത്താനാണ് രണ്ടാമതും ഇതുപോലെ ഒരു സംബോധന. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന രണ്ട് വിഷയങ്ങളും ഇന്നലെ പറഞ്ഞതും ഇന്ന് പറഞ്ഞതും വേറിട്ട് തന്നെ മനസ്സിലാക്കണം. വല്ലിശ്ആരി ബിസ്തിഖ്ലാലി കുല്ലി മിനൽ കലാമൈൻ, ഇന്നലെ പറഞ്ഞതുപോലെയാണ് ഇന്നും പറയുന്നത് എന്ന് നനച്ചിരിക്കരുത്, എന്ന് കരുതരുത്. ഇന്ന് പറയുന്നത് ബിസ്തിദാഇൽ ഇഅ്തിനാഇ ബിശഅനിഹി, പ്രത്യേകം മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ രണ്ട് വിഷയങ്ങളും ഉള്ളത് കൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനൂ. വീണ്ടും അല്ലാഹു നമ്മളെ ഒന്നുകൂടി വിളിക്കുന്നു, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങളുടെ ശബ്ദം ഉയർത്തുന്നതിന് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. ലാ തബ്ലുഗു ബിഅസ്വാതികും വറാഅ ഹദ്ദിൻ യബ്ലുഗു അലൈഹി സ്വലാത്തു വസ്സലാം ബിസൗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ ഒരു ശബ്ദമുണ്ടാകും. ആ ശബ്ദത്തിന്റെ പരിധി വിട്ട് നിങ്ങളുടെ ശബ്ദം എത്തരുത്. ലാ തബ്ലുഗു ബിഅസ്വാതികും വറാഅ ഹദ്ദിൻ യബ്ലുഗു അലൈഹി സ്വലാത്തു വസ്സലാം ബിസൗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം കൊണ്ട് സ്വീകരിച്ചൊരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്ത് നിങ്ങളുടെ ശബ്ദം എത്തരുത്. അപ്പോൾ തങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നൊരു ഒരു പരിധിയുണ്ട് ശബ്ദത്തിന്. അതിൻ്റെ അപ്പുറം എത്ര കാലഗൗരവമുള്ള വിഷയമാണെങ്കിലും പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണെങ്കിലും ഉയർത്തി പറയരുത്. അള്ളാഹു പ്രത്യേകം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. അതേ, രണ്ടാമത്തെ ഒരു വിഷയം അത് വേറിട്ട് വീണ്ടും പറയേണ്ടതുണ്ട്. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങളിൽ പരസ്പരം ആളുകൾ പരസ്പരം ഉറക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ സംസാരിക്കും പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കരുത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബത്ത് ആ ആയത്ത് ഉൾക്കൊള്ളുന്നത് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. എങ്ങനെയാണ് ഈ ആയത്തിനെ അവർ ഉൾക്കൊണ്ടത്? ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, വല്ലാഹി ലാ ഉകല്ലിമുക ഇല്ല സിറാർ, ഇനി സ്വകാര്യം പറയുമ്പോഴല്ലാതെ ഞാൻ തങ്ങളോട് സംസാരിക്കാനില്ല. സ്വകാര്യം പറയുന്ന ഒരു കൂട്ടുകാരനോട് എത്ര പതുക്കെയാണ് പറയുള്ളൂ, അങ്ങനെ ഞാൻ പറയുള്ളൂ. വല്ലാഹി, ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ ഉറക്കെ പറയാനില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനും പറയുന്നു, നബിയേ, വല്ലാഹി ലാ ഉകല്ലിമുക ഇല്ലാ കഅഖിസ്സിറാർ, രഹസ്യം പറഞ്ഞു കൊടുക്കുന്ന സഹോദരനോട് കാതിൽ മന്ത്രിക്കും പോലെയല്ലാതെ തങ്ങളോട് ഞാൻ പറയാനില്ല. ആയത്ത് ഇറങ്ങിയപ്പോഴേക്ക് അവരതാ ആമന്ന സല്ലംന അതഅന, ഞങ്ങൾ കേട്ടു, സ്വീകരിച്ചു, അംഗീകരിച്ചു, ഉൾക്കൊണ്ടു. ഇനി പുതിയ ഒരു വിശദീകരണം അതിന് ഞങ്ങൾക്ക് വേണ്ട, മേലാനങ്ങനെ സംസാരിക്കൂല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ബഹുമാനം വളരെയധികം സൂക്ഷിക്കുന്ന മഹാനല്ലേ, ബഹുമാനത്തിൽ തെല്ലുപോലും മഹാനവറുകൾ വീഴ്ച വരുത്താറില്ല. എന്തേ അങ്ങനെ പറയാറുള്ള കാരണം? അവിടുത്തെ ഈമാൻ അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിലെത്തിയാൽ ഉടനെ അത് പരിഹരിക്കപ്പെടും. അതവിടുത്തെ ഈമാനിന്റെ വലുപ്പം അങ്ങനെയാണ്. റബീഅ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കാണാം, ദീർഘമായ സംഭവമാണ്.
ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹിഷാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സീറയിലും, അതുപോലെ തന്നെ ഹാഫിദ് ഇബ്നു അസാകിർ അവിടുത്തെ താരീഖിലും, അതുപോലെ തന്നെ ഇമാം ശദറാത്തു ദഹബിലും ഇബ്നു റജബിൽ ഹംബലി റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റബീഅ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ചെറിയ ഒരു തർക്കമുണ്ടായി. ഒരു മരത്തിന്റെ വിഷയത്തിൽ. അതിലൊരു മരമുണ്ട്, രണ്ടുപേരുടെയും സ്ഥലം അപ്പുറത്ത് ഇപ്പുറത്താണ്. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരം എനിക്ക് ഈ സ്ഥലം വാങ്ങി തന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, മരം ഇതിൽപ്പെട്ടതാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളോടപ്പുറത്ത് തർക്കം കൂടാൻ വരുന്ന ആള് ബഹുമാനമുള്ള ആളാണെങ്കിൽ നന്നായി പരിഗണിക്കണം. റബീഅ റളിയല്ലാഹുവിന്റെ ശ്രദ്ധ നമുക്ക് വേണം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മരം എന്റെ സ്ഥലത്ത് പെട്ടതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് ആ തർക്കം ഇങ്ങനെ രൂക്ഷമായപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പക്കൽ നിന്ന് ഒരു വാക്ക് ഏറെ വന്നുപോയി. വാക്കേറെ വന്നു വന്ന അനാവശ്യമല്ല, കബീറത്തുമല്ല, ചൂടായി പറഞ്ഞപ്പോ അത്ര സുഖകരമല്ലാത്തൊരു വാക്കേറെ വന്നു. അങ്ങനെ വന്നപ്പോ കുടുംബക്കാർ ഇതിലിടപെട്ടു. എവിടെയെങ്കിലും ഒരു കച്ചറ ഉണ്ടാകുന്ന കുടുംബക്കാർ വേഗം വരും. അത് പൊതുവെ സമൂഹത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. എന്തെങ്കിലും സഹായം ആവശ്യമുള്ളിടത്തല്ല, ഒരു ശബ്ദകോശമുള്ളിടത്ത് അങ്ങനെ പറഞ്ഞോ നമ്മളാളോട് എന്നാ ഒന്ന് കാണണല്ലോ, എല്ലാവരും വരും. അങ്ങനെ കുറെ ആളുകൾ വന്നു. റബീഅ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ വിഷയം, എന്താ തർക്കത്തിൽ, എന്താ നിങ്ങൾ പറഞ്ഞത്, പരസ്പരം സംസാരിച്ചത് എന്താ? രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഈ വാക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് വന്ന ഉടനെ മഹാനവറുകൾ പറഞ്ഞു, റബീഅ റളിയല്ലാഹു അൻഹു, റബീഅ അതുപോലൊരു വാക്ക് നിങ്ങൾ എന്നോടും പറയണം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാനത് പറയൂല. നിങ്ങൾ എന്നോട് എത്ര പറയാൻ പറഞ്ഞാലും സിദ്ദീഖേ, ഞാനത് പറയൂല. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. കുടുംബക്കാര് പറഞ്ഞു, അവകാശവാദം ഉന്നയിച്ചു എന്നല്ല, നിങ്ങളോട് സുഖകരമല്ലാത്തൊരു വാക്ക് പറഞ്ഞോ. എന്നാൽ ഞങ്ങൾ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലെത്തിക്കാം. റബീഅ റളിയല്ലാഹു അൻഹു കുടുംബക്കാരോട് പറഞ്ഞു, കുടുംബമേ, നിങ്ങൾ ഈ വിഷയത്തിൽ കയ്യേറേണ്ടതില്ല. ഞാനും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തമ്മിലുള്ള വിഷയമാണ്, ഞങ്ങളത് പരിഹരിക്കും. നിങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ല, നിങ്ങളെ പണി നോക്കി പോകണം. നിങ്ങൾ ഈ വിഷയം പറയാൻ വരണ്ട, നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ ഹദ്റത്തിലേക്ക് പോവുകയും വേണ്ട. പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, റബീഅ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ തിരിച്ചു പറയണം, എന്നാൽ എനിക്കൊരു സമാധാനമാണ്. ഞാൻ പറഞ്ഞ അതേ വാക്ക് നിങ്ങൾ എന്നോട് തിരിച്ചു പറയണം. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് പറയൂല. എങ്കിൽ ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ ഞാൻ എത്തിക്കും. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, മഹാനവറുകൾ പോയിട്ട് പറഞ്ഞു, നബിയെ, ഞാനും റബീഅ റളിയല്ലാഹു അൻഹു തമ്മിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമുള്ള സ്ഥലത്തിന്റെ അതിർത്തിയിലുള്ള ഒരു മരത്തിന്റെ വിഷയത്തിൽ തർക്കം വന്നു. ഞാൻ പറഞ്ഞു, എന്തേതാണ്? റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പതിച്ചു കൊടുത്തത് മരമടക്കമാണ്. ഇരിക്കട്ടെ, അതിന്റെ ആ വിഷയം തീരുമാനിക്കുന്നതിന്റെ മുമ്പ് എന്റെ ഭാഗത്തു നിന്നൊരു വാക്ക് വന്നുപോയി, അതുപോലെ പറയാൻ പറഞ്ഞിട്ട് റബീഅത്ത് പറയുന്നില്ല. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅ റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് ചോദിച്ചു, അല്ല റബീഅത്തെ, എന്താ നിങ്ങളും സിദ്ദീഖ് തങ്ങളും തമ്മിലുള്ള വിഷയം? എന്താ നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടൊരു വാക്ക് നിങ്ങൾ പറയാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിൽ വെച്ചും പറഞ്ഞു, നബിയേ, അതുപോലെ ഒരു വാക്ക് പറയാൻ തങ്ങളും എന്നോട് നിർബന്ധിക്കരുത്. സിദ്ദീഖ് തങ്ങളെ എനിക്കറിയാമല്ലോ, അവിടുത്തെയോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ എനിക്ക് കഴിയില്ല. വേറെ എന്ത് തങ്ങൾ പറയാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞോളാം. ശരി, നിങ്ങൾ അങ്ങനെ പറയേണ്ടതില്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കൂ. എന്താ പറയേണ്ടത്? ജസാക്കല്ലാഹു അന്നി യാ അബൂബക്കർ, ഓ അബൂബക്കർ തങ്ങളെ, അല്ലാഹു എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഫലം തരട്ടെ, നിങ്ങൾക്ക് നന്മ തരട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞോളൂ. എന്നാൽ ആ പറഞ്ഞ വിഷയം പൊറുക്കപ്പെട്ടു പോകും. അതേ വാക്ക് നബി സല്ലല്ലാഹു അലൈഹി
വസല്ലം പറഞ്ഞത് പറഞ്ഞു, അല്ലാതെ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് അപ്പോഴും പറഞ്ഞില്ല. അത് ബഹുമാനമാണ്. നമ്മളെപ്പോഴും കാണും അയാൾ അങ്ങനത്തെ ആളായിട്ട് അങ്ങനെ പറയല. അപ്പൊ നമ്മൾ കരുതേണ്ടത് എന്താ? പക്ഷെ അയാൾ അങ്ങനൊക്കെ പറഞ്ഞെങ്കിലും, ചൂടായി പറഞ്ഞെങ്കിലും അയാൾക്കൊരു ഉന്നതമായ തലമുണ്ടല്ലോ, അത് മാനിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. അപ്പൊ ഇപ്പുറത്ത് ചൂട്ട് കത്തിക്കാൻ ആൾക്കാരുണ്ടാകും, നല്ലോണം ചൂടാക്കി തരാനുണ്ടാവും. എന്ത് നോക്കി നിന്നതാ? ചൂടാകുമ്പോ അങ്ങനെ ഒന്നും നോക്കരുത്, അങ്ങോട്ട് പറയണം. ഇതൊക്കെ പറയാൻ ആൾക്കാർ വരും. അത് റബീഅ റളിയല്ലാഹുവിന്റെ അടുത്തും വന്നിട്ടുണ്ട്, കുടുംബക്കാർ വന്നിട്ടുണ്ട്. എന്തിനാ നിങ്ങൾ മടിച്ചു നിൽക്കുന്നത്? പറയേണ്ടത് തിരിച്ചങ്ങനെ പറയണ്ടേ, എങ്കിലല്ലേ ഖിസാസാക. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബഹുമാനം അതിന്റെ അപ്പുറത്താണ്. നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു വിഷയം അതാണ്. ബഹുമാനത്തിന്റെ ഒരു കുറവ് എവിടെ വന്നിട്ടുണ്ടോ അതങ്ങനെ ബാധിക്കും. നമ്മിലേക്ക് മാത്രമല്ല, സന്താനങ്ങൾ, പേരക്കുട്ടികൾ പരമ്പരയായിട്ട് പോകും. അതെപ്പോഴും സൂക്ഷിക്കണം. ഇന്നത്തെ ഈ വിഷയം വളരെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. ബഹുമാനത്തിന്റെ തലങ്ങളിൽ ഒരു വാക്ക് പോലും നമുക്ക് പിഴവ് സംഭവിക്കരുത്, ഒരു പ്രവൃത്തി പോലും എതിര് സംഭവിക്കരുത്, ഒരു ചിന്ത പോലും എതിരായി വരരുത്. ബഹുമാനം ആ തരത്തിൽ സൂക്ഷിക്കണം. ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയം എത്ര പെട്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചത്. കാരണം മഹാനവറുകളുടെ സ്വഭാവമാണ്. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് പുതിയ പുതിയ സംഘങ്ങൾ വന്നാൽ, വ്യത്യസ്ത നാടുകളിൽ നിന്ന് ആളുകൾ വന്നാൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കും, ഒരാളെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ പെട്ടെന്ന് പോകണം, അതാ അവിടെ ഒരു സംഘം വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, കൈഫ യുസല്ലിമൂൻ, എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയേണ്ടത്, എങ്ങനെയാണ് അവിടുത്തെ മുന്നിൽ ആദരവ് കാണിക്കേണ്ടത്, എങ്ങനെയാണ് ബഹുമാനം കാണിക്കേണ്ടത്, എങ്ങനെയാണ് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് വിഷയങ്ങൾ തങ്ങളോട് അവതരിപ്പിക്കേണ്ടത്, ഇത് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്നുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളവിടുന്ന പതിവുണ്ടായിരുന്നു. അത് പഴയ കാലത്ത് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. ഒരു ഉസ്താദ് ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു. എവിടെ ഇരിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തിണ്ണയിലിരിക്കുകയാണ്. പുറത്തേക്ക് ഉപ്പ വന്നു നോക്കുമ്പോൾ കുട്ടി അവിടെ ഇരിക്കുകയാണ്. മുറ്റത്ത് വന്ന് നിൽക്കുന്നു ഉസ്താദ്. ഉസ്താദിനെ കയറ്റുന്നതിന്റെ മുമ്പ് മോനോട് പറയും, മോനെ എനിക്ക് ഉസ്താദ് വന്നു, മൂത്താപ്പ വന്നു, എളാപ്പ വന്നു, വെല്ലിപ്പ വന്നു, വെല്ലിമ വന്നത്. ഇങ്ങനെ ബഹുമാനത്തിന്റെ തരങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് മാറരുത്, അത് തുടരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതില്ലാതെ പോകാൻ പാടില്ല. സമൂഹത്തിൽ നിന്നത് പോയാൽ ഒക്കെ പോയി. ഒരു സംഘം ആളുകൾ വന്നാൽ അവർക്ക് എങ്ങനെ പെരുമാറണം എന്ന് പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ, അവരഥവാ അറിവില്ലായ്മ കൊണ്ടാണെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ പ്രശ്നമല്ലേ, എന്തെങ്കിലും പറയേണ്ടത് മാറിപ്പോയാലോ ഗുരുതരമായ സംഗതിയല്ലേ. അപ്പൊ അത് മാറാതെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇരിക്കട്ടെ, ശബ്ദം ഉയർത്താൻ തീരെ പാടില്ലെന്നാണോ ആ പറഞ്ഞത്? അതെ, അവിടുത്തെ സന്നിധിയിൽ അങ്ങനെ പാടില്ല. അതേ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ വിഷയമാക്കാറില്ലായിരുന്നു. യുദ്ധഘട്ടങ്ങളിൽ ചിലപ്പോൾ സ്വഹാബത്ത് ശബ്ദം ഉയർത്താറുണ്ട്. പലപ്പോഴും അങ്ങനെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. ഉയർത്തേണ്ട ഘട്ടങ്ങൾ വന്നപ്പോ എങ്ങനെയാണത്? ചില തർക്കങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാകും. രമ്യമായി തങ്ങൾ പരിഹരിക്കാൻ പോകുമ്പോ, അല്ലെങ്കിൽ ശത്രുവിനെ പേടിപ്പിക്കാൻ വേണ്ടി, അവനെ ആട്ടിയോടിക്കാൻ വേണ്ടി ശബ്ദിക്കാറുണ്ട്. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹുനൈൻ യുദ്ധ സമയത്ത് ജനങ്ങളെല്ലാവരും വരണ്ടോടി. ഖുർആൻ അത് പറയുന്നുണ്ട്. ഞാൻ ആ വിഷയം ഒന്നും ചർച്ച ചെയ്യുന്നില്ല, പോയിന്റ് മാത്രം പറയട്ടെ. ചില സന്ദർഭങ്ങളിലൊക്കെ ഒച്ചയിട്ട് പറയേണ്ടി വരും, ആളുകളോട് ഒച്ചയിട്ട് പറയേണ്ടി വരും. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധ ദിവസത്തിൽ തുടക്ക നേരത്ത്
ഒരുപാട് സംഖ്യ ആളുകളുണ്ട്. ബദർ യുദ്ധം പോലെയോ ഉഹദ് പോലെയോ അല്ല, വളരെ കൂടുതൽ ആളുകളുണ്ട്. അത്രയും ആളുകൾ പല ഭാഗത്തേക്കും ചിന്നിച്ചെതറി ഓടിയപ്പോ തങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇസ്റഹ് ബിന്നാസ്, അബ്ബാസേ ജനങ്ങളൊക്കെ ഒന്ന് ഒച്ചിട്ട് വിളിക്കുന്നു പറഞ്ഞു. വകാനൽ അബ്ബാസു അജ്ഹറന്നാസി സൗതൻ, അബ്ബാസ് റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ കൂടുതൽ ഒച്ചയുള്ള ആളായിരുന്നു. അങ്ങനെ ആ ഒച്ചപ്പാട് കൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രയാണ് ആ ശബ്ദത്തിന്റെ ഗൗരവം എന്നറിയാം. ഒരു തഫ്സീറിൽ കാണാം, അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒച്ച വെച്ചത് 8 മൈൽ അപ്പുറത്തേക്ക് കേൾക്കുന്നു. മൈക്കിലൂടെ പറയല്ലത്, തൊള്ള കൊണ്ടുണ്ടാക്കുന്ന ഒച്ചയാണ്. 8 മൈൽ അപ്പുറത്തേക്ക് ആ ഒച്ച കേൾക്കണമെങ്കിൽ എത്ര വലിയ ഒച്ചയാണ്. നമ്മളെല്ലാരും കൂടി കുറച്ചാ കേൾക്കുമോ? അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഒച്ചയിട്ടു. ഇതാ പല ഭാഗത്തുനിന്നും ശത്രുക്കൾ ചീറിപ്പാഞ്ഞു വരുന്നു. ഒച്ചയിട്ടപ്പോൾ ആ ശബ്ദത്തിന്റെ കടുപ്പം കാരണം ഗർഭിണികൾ പ്രസവിച്ചുപോയി. ഗർഭിണികളായ സഹോദരിമാർ പ്രസവിച്ചു. അത്രയും മുഴക്കമുള്ള ശബ്ദമായിരുന്നു. അപ്പൊ ചില ഘട്ടങ്ങളിൽ അങ്ങനെ ശബ്ദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ശബ്ദം ഉണ്ടാകും. പഴയകാലത്ത് മൃഗങ്ങളെ ആട്ടി ഓടിക്കുന്ന അബൂ ഉർവ എന്ന് പറയുന്ന ഒരാളെ പറ്റി നാബിഗത്ത് എന്ന പെണ്ണ് കവിതയിൽ പറയുന്നുണ്ട്, സജറു അബീ ഉർവത അസ്സിബാഅ ഇദാ അസ്ഫാഖ അൻ യഖ്തലിതുന ബിൽ ഗനം. വന്യജീവികൾ ആടുകളെ പിടിക്കാൻ വേണ്ടി വരുമ്പോ അബൂർവ ശബ്ദിക്കുന്ന ശബ്ദം വല്ലാത്ത ശബ്ദമാണ്. ആ അബൂർവയുടെ ശബ്ദത്തിന്റെ ഗൗരവം കാരണം വന്യജീവികൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതവർ തൊണ്ടയിൽ കുടുങ്ങിയിരുന്നു എന്ന് കാണാം. അപ്പൊ എത്ര വലിയ ഒച്ചയാണ്. സിംഹത്തിന്റെയും ആനയുടെയും വലിയ വലിയ ജീവികളുടെയൊക്കെ തൊണ്ടയിൽ അവർ ഭക്ഷിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പോയി കുടുങ്ങാൻ മാത്രം ഘനഗാംഭീര്യമുള്ള ശബ്ദം അത് മുഴക്കിയിരുന്നു. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം കാരണം എത്ര കടുപ്പാ നിങ്ങൾ നോക്ക്. ഗർഭിണികളായ സ്ത്രീകളൊക്കെ പ്രസവിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിയത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹാ വതറന്നാസ സുകാറാ വമാ ഹും ബിസുകാറാ. ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഒന്നാമത്തെ ഊത്ത് വരുന്നതിന്റെ മുമ്പ് ഭൂമിക്ക് വരുന്ന ശക്തമായൊരു പ്രകമ്പനമുണ്ട്. ആ പ്രകമ്പന സമയത്ത് മുലകൊടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിക്കുന്നത് മുലപ്പാലൂട്ടുന്ന ആ പ്രായത്തിലാണല്ലോ. അവർ മുല കൊടുക്കുന്ന കുട്ടികളൊക്കെ കുടിക്കുന്ന കുട്ടികളെ പറ്റി ചിന്തയില്ലാത്തവരാകും. 1, 2, 3, 4 നാശമായ സഹോദരിമാർ അറിയാതെ പ്രസവിച്ചു പോകുന്നു. രക്തക്കട്ടയും മാംസക്കട്ടയും രൂപം വെച്ച് തുടങ്ങിയ ശരീരത്തിന്റെ അവസ്ഥയും പുറത്തേക്ക് തള്ളുന്നു. സഹോദരങ്ങളെ, അത് അന്നത്തെ ശബ്ദത്തിന്റെ കടുപ്പമാണെങ്കിൽ ഇവിടെ ഒരാളാണ് ഒച്ചയിടുന്നത്. ആ ഒച്ച കാരണം ഇതാ ഭക്തി ശക്തമായ രീതിയിൽ ഹുനൈനിന്റെ പല ഭാഗത്തു നിന്നും സ്വഹാബിമാർ ഓടിക്കൂടി. അനൗൺസ്മെന്റാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ശബ്ദത്തിന് വലിയ ഗൗരവമായിരുന്നു. അവാലിൽ മദീന, അവാലിൽ മദീന എന്നുള്ള 4 ഭാഗം ഒന്ന് അളന്നു നോക്കൂ, മാപ്പിൽ നോക്കിയിട്ട്. ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത് ഏകദേശം 10-20 കിലോമീറ്റർ ഉണ്ടെന്നാണ് അവാലിൽ മദീന. അവാലിൽ മദീനയുടെ ഭാഗമാണ് മദീനത്തെ ഹറമിന്റെ അതിർത്തികളൊക്കെ ഉള്ളത്. മദീന ഹറമാണ്. മാബൈന ലാബത്തൈഹ, ഈ 2 കുന്നുകൾക്കിടയിലുള്ള സ്ഥലമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ സ്ഥലങ്ങൾ മൊത്തം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൊലിയുടെ നാദം അങ്ങോട്ട് കേൾക്കുമായിരുന്നു. അപ്പൊ അത്ര നല്ല ശബ്ദ സൗന്ദര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആവശ്യഘട്ടങ്ങളിൽ അത് മുഴക്കാൻ പറയലുണ്ട്. എല്ലായ്പ്പോഴും ഉയർത്തരുത് എന്നല്ല. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു കാര്യം എന്ന് പറയുമ്പോ അവിടെ അങ്ങനെ ശബ്ദം ഉയർത്തുന്നത് സൂക്ഷിക്കണം, പതുക്കെ പറയണം. നല്ലോണം ശബ്ദിക്കുന്ന സ്വഹാബിമാരുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ
ഒരു വിഷയം പറയാൻ തങ്ങൾ ഏൽപ്പിച്ചിരുന്ന ഖതീബുൽ അൻസാർ, അൻസാറുകളുടെ കൂട്ടത്തിലുള്ള ഖതീബ് എന്ന പേരിൽ അറിയപ്പെടുന്നിരുന്ന ബഹുമാനപ്പെട്ട സാബിത്ത് ബിനു ഖൈസ് ബിനു ഷമ്മാസ്. സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു ഉജ്ജ്വല പ്രഭാഷകനാണ്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനാണ്. തമീം ഗോത്രക്കാര് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് അവരുടെ പവർ പറഞ്ഞിട്ടതാ വലിയൊരു പ്രഭാഷണം നടത്തി. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, തമീം ഗോത്രക്കാര് വന്ന് വലിയ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണം ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ച് അതിലിങ്ങനെ ഒരെല്ലാവർക്കും ഒരു അറ്റാക്ക് വന്ന രീതിയിൽ എല്ലാവരും ഇങ്ങനെ തളച്ചിട്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. ഫഖതബ ഖുതുബതൻ ബലീഗതൻ ജസീലാ. സാഹിത്യ സമ്പുഷ്ടമായ അർത്ഥതലങ്ങൾ ധാരാളം മേടിച്ച അതേ അർത്ഥത്തിൽ ഹ്രസ്വമായ നല്ലൊരു പ്രഭാഷണം നടത്തി. അപ്പോൾ ഈ പ്രഭാഷണം അവരുടെ പ്രഭാഷണത്തെ കവച്ചു വെച്ചു എന്ന് കണ്ടപ്പോ അവരുടെ കൂട്ടത്തിൽ ഒന്നാം നമ്പർ കവിയുണ്ട്. അതാരാണ്? അഖ്റൽ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു ആണ്. തമീം ഗോത്രക്കാരുടെ കൂട്ടത്തിലുള്ള പ്രസിദ്ധനായ കവി ഷാഇർ എണീറ്റു പാട്ടുപാടി അതൈനാക കൈമാ യഅരിഫുന്നാസു ഫദ്ലനാ ഇദാ ഖല്ലഫൂനാ ഇൻദ ദിക്രിൽ മകാരിമി വഇന്നാ റൂസുന്നാസി മിൻ കുല്ലി മഅ്ശരി വഅൻ ലൈസ ഫീ അർദിൽ ഹിജാസി കദാലിമി വഇന്നാ ലനൽ മിർബാ في كل غارة تكون بنجد أو بأرض التهاؤم. ആ വരികളുടെ അവസാനിച്ച ഘട്ടത്തിൽ ഷാഇറുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാഇർ എന്ന പേരിൽ അറിയപ്പെടുന്ന പലരും ഉണ്ടെങ്കിലും ഒരാൾ ആ വിഷയത്തിൽ പ്രസിദ്ധനാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞു കൊടുത്തു, ബനീദാരിമില്ലാ തഫഖറു ഇന്ന ഫഖറകും യഊദു വബാലൻ ഇൻദ ദിക്രിൽ മകാരിമി ഹബൽതും അലൈനാ തഫഖറൂനാ വഅൻതും ലനാ ഖാബലും മിൻ ബൈനി ളഇരിൻ വഖാദിമി. ആ വരികൾ കേട്ടപ്പോഴാണ് തമീം ഗോത്രക്കാര് പറഞ്ഞത്, ഖതീബുഹും അഖ്തബു മിൻ ഖതീബിനാ വശാഇറുഹും അശഅറു മിൻ ശാഇരിനാ. ഈ സ്വഹാബിമാരിലെ പ്രഭാഷകനെ നമ്മളെ പ്രഭാഷകനെക്കാളും വെല്ലുന്ന പ്രഭാഷകൻ. നമ്മളെ പ്രഭാഷകന്റെ പ്രഭാഷണം ഒന്നുമല്ല. അത് എവിടെ എത്തിയിട്ടില്ല എന്ന് പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ കവിയെ മുന്നോട്ട് വെച്ചത്. പക്ഷേ കാര്യമില്ല, അവരിലെ കവി നമ്മുടെ കവിയൊക്കെ മറിച്ച് കിടന്നിട്ടുണ്ട്. നമ്മുടെ കവി നമുക്ക് എവിടെ കാണാൻ തന്നെ ഇല്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു 2 വരിയാ പാടിയത്. അവരുടെ ഷായിർ പാടിയത് 3 വരിയാണ്. ആ 3 വരിയുടെ ആശയങ്ങളും അതിന്റെ മറുപടിയും ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു 2 വരിയിൽ ഒതുക്കിയിട്ടുണ്ട്. അത് ചെറിയൊരു കഴിവൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നപ്പോ അപ്പോഴാണ് ലാ തർഫഉ അസ്വാതകും എന്ന ആയത്തിറങ്ങിയത് എന്ന് പഠിപ്പിച്ചത് കാണാം. അതല്ല, ഈ ആയത്തിന്റെ പിന്നിൽ പ്രധാനമായും ഒരു ചരിത്രം പറയുന്നുണ്ട്. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ പറ്റിയാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് കാണാം. അതുകൊണ്ടാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഹാദാ അദബുൻ സാനിൻ അദബല്ലാഹു ബിഹിൽ മുഅ്മിനീൻ. ഇത് വിശ്വാസികൾക്ക് അല്ലാഹു പഠിപ്പിക്കുന്ന 2ാമത്തെ അദബാണ്. ഒരു അദബ് ഇന്നലെ പറഞ്ഞ അദബ് നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല. അത് ഇന്നലെ പറഞ്ഞു. നിയമവശങ്ങളിലും വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ അല്ലാഹുവിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മറികടക്കരുത്. അവർ പറഞ്ഞിടത്ത് അവിടെ നിൽക്കണം, അവർ ചെയ്തിടത്ത് അവർ നിൽക്കണം. അവരെ ഇത്തിബാഅ് ചെയ്ത് പഠിപ്പിച്ചു തരാൻ കഴിവും യോഗ്യതയുമുള്ള ആളുകൾ പറഞ്ഞിടത്തും കേട്ടിടത്തും നിൽക്കണം. ഇത് 2ാമത്തെ അദബാണ്.
രണ്ടാമത്തത് ശബ്ദം ഉയർത്തരുത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളിലും പഠിപ്പിക്കുന്ന ഒരു സബബുണ്ട്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിയാണത്. ഈ ആയത്തിറങ്ങിയപ്പോൾ മഹാനവർകൾ വടിവക്കിൽ ഇരുന്നു. ഇത് കേട്ട ഉടനെ വടിയോരത്തിരുന്നിട്ട് കരയാൻ തുടങ്ങി. അപ്പോഴാണ് കൂട്ടുകാരൻ ആസിബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത്. ചോദിച്ചുമായി എന്താ സാബിത്തെ ഇങ്ങനെ കരയുന്നത്? ഒന്നുമല്ല, ഇന്ന് ഇറങ്ങിയൊരു ആയത്ത് നിങ്ങൾ കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഷ്കുറൂൻ. ശബ്ദം ഉയർത്തരുത് എന്നും തങ്ങളോട് ഉറക്കെ പരസ്യമായി പറയരുത് എന്നും, അങ്ങനെ സംഭവിച്ചാൽ കർമ്മങ്ങളൊക്കെ പൊളിഞ്ഞു പോകും എന്നല്ലേ ആയത്തിലുള്ളത്. ഞാൻ പേടിക്കുന്നു. ഈ ആയത്ത് എന്നിൽ ഇറങ്ങിയതാണ്. ഞാൻ നന്നായി ശബ്ദിക്കുന്ന ആളല്ലേ, ഉയർന്ന ശബ്ദമുള്ള ആളാണ്. കാതിന് കുറച്ച് കേൾവി കുറവുണ്ട്, ശബ്ദം കുറച്ച് ഉറക്കയുമാണ്. അങ്ങനെ ഇരുന്ന് ചിന്തിച്ച് കരഞ്ഞു. ആ വഴിയിൽ ഇരിക്കാൻ വഴിയാതെ മഹാനവർകൾ വീട്ടിലേക്ക് ചെന്നു. തന്റെ ഭാര്യ ജമീല ബീവിയോട് പറഞ്ഞു, ഞാൻ എന്റെ സ്വകാര്യ റൂമിലേക്ക്, ഒരു റിവായത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ കുതിരയെ കെട്ടുന്ന റൂമിലേക്ക് ഞാൻ കടന്നാൽ ആ വാതിലിന്റെ പുറത്ത് നീ ആടികൊണ്ട് മേടണം. ആർക്കും അത് തുറക്കാൻ പറ്റരുത്. ഇനി ഞാൻ അതിൽ നിന്ന് അല്ലാഹു എന്റെ മൗത്ത് നൽകിയാലല്ലാതെ പുറത്തു വരൂല. അല്ലെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ പൊരുത്തപ്പെടുന്നു എന്ന വർത്തമാനം എനിക്ക് കിട്ടണം. കാരണം ഞാൻ അവിടുത്തെ ഹദ്റത്തിൽ പല കാര്യങ്ങളും ഉറക്കെ ചോദിക്കാറുണ്ട്, ഉറക്കെ പറയാറുണ്ട്. ആയിടക്കാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പതിവാണ് 2-3 ദിവസമൊക്കെ ആകുമ്പോ ജമാഅത്തിന് ആളെ കാണാതിരുന്ന തങ്ങൾ ചോദിക്കും. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കാണാതിരുന്നപ്പോൾ ചോദിച്ചു. കൂട്ടുകാരൻ പറഞ്ഞു, നബിയെ, ഞാൻ ഇന്നലെ വരുമ്പോ വടിവക്കിൽ ഇരുന്നിട്ട് കരയുന്നത് കണ്ടു. ഇന്നത്തെ ഹാല് എന്താണെന്ന് എനിക്കറിയില്ല. കരഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, ഈ ആയത്ത് എന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണെന്നും എന്റെ അമലുകളൊക്കെ പൊഴിയെന്നും ഞാൻ ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ ആ വിഷയത്തിൽ പേടിയിലാണ്. ഇനി എനിക്ക് നരകമാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാലിക്കേണ്ട ഒരു വലിയ ആദരവ് എനിക്ക് കുറഞ്ഞല്ലോ. അതുകൊണ്ട് ഞാൻ പേടിക്കുന്നു എന്ന് മഹാനവറുകൾ ഇന്നലെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാ നിങ്ങളൊന്ന് പോയി നോക്കണം, എന്നിട്ട് വരാൻ വേണ്ടി പറയണം. ആസിം റളിയല്ലാഹു അൻഹു നേരത്തെ കണ്ട വടിയോരത്തേക്ക് വന്നു. അവിടെ കാണാനില്ല. വീട്ടിലേക്ക് പോയപ്പോൾ ഭാര്യ പറഞ്ഞു, അതാ ആ റൂമിന്റെ ഉള്ളിലുണ്ട്. പക്ഷേ ആ റൂം തുറക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ വഫാത്ത് വരെ അവിടെ കഴിച്ചുകൂട്ടും, അല്ലെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിള വേണം, പൊരുത്തം വേണം, അല്ലാതെ പുറത്തിറങ്ങൂല. എന്നാ നിങ്ങൾ വിളിക്കണം, നിങ്ങൾ പറയണം, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൂക. സാബിത്തെ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് വാതിലിന്റെ മേടിയ ആണി അത് പൊട്ടിച്ച് തകർക്കാൻ വേണ്ടി പറഞ്ഞു. പുറത്തു വരുമ്പോഴും മഹാനവറുകൾ കരച്ചിൽ തന്നെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നു. അപ്പോഴും കരഞ്ഞു. സ്വഹാബത്തിന്റെ പേടി നോക്കണം. ബഹുമാനത്തിന്റെ വിഷയത്തിൽ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളോട്, സമയങ്ങളോട്, വസ്തുക്കളോട്, സ്ഥലങ്ങളോട് ബഹുമാനത്തിന്റെ എതിര് വന്നെങ്കിൽ ഞാനും നിങ്ങളും പേടിക്കണം, തീർത്തും പേടിക്കണം. നമ്മുടെ അമലുകളൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഒന്നുമില്ലാതെയാകും. അത് ശരിക്ക് കരുതേണ്ടതാണ്. സാബിത്ത് റളിയല്ലാഹു അൻഹു, നബിയേ, ഞാൻ ശബ്ദിക്കുന്ന ആളാണല്ലോ. ഈ ആയത്ത് എന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണെന്ന് ഞാൻ പേടിക്കുന്നുണ്ട്.
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഓ മുഅ്മിനുകളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിന്റെ മുകളിൽ ശബ്ദം ഉയർത്തരുത്, ആ പരിധിയിൽ വെച്ച് തന്നെ നിങ്ങളും നിർത്തണം എന്ന് പറഞ്ഞില്ലേ? അതെന്റെ വിഷയത്തിൽ ഇറങ്ങിയതാണെന്ന പേടിയുണ്ട്. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സാബിത്തെ ഒരു റിവായത്തിലുണ്ട്, നിങ്ങൾ ആ പറഞ്ഞതിൽപ്പെട്ട ആളല്ല. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞു, അമാ തർലാ അൻ തഈശ ഹമീദാ. സാബിത്തെ, നല്ല ആളായിട്ട് എല്ലാവരും സ്തുതിക്കപ്പെടുന്ന ആളായിട്ട് ജീവിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലയോ? വതുഖ്തല ഷഹീദാ. ഷഹീദായിട്ട് നിങ്ങളെ വധിക്കപ്പെടാനും നിങ്ങൾക്ക് താല്പര്യമില്ലേ? വതുദ്ഖലൽ ജന്ന. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടും, അതും നിങ്ങൾക്ക് തൃപ്തിയുള്ള കാര്യമല്ലയോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സുവിശേഷം അതങ്ങ് കേട്ടപ്പോ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റളീതു ബിബുശ്റല്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നൽകിയ സന്തോഷം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സന്തോഷ വാർത്ത കൊണ്ടും തൃപ്തിപ്പെട്ടു. പക്ഷേ വലാ അർഫഉ സൗതി അബദാ അലാ സൗത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ശബ്ദം ഒരു കാലത്തും ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തെക്കാളും ഞാൻ ഉയർത്തുകയില്ല. തീർത്തു പറഞ്ഞു, ഞാൻ ഉയർത്തൂല. കാരണം എനിക്ക് സന്തോഷവാനായി ജീവിക്കണം, ഷഹീദായി മരിക്കണം, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും വേണം. അതിന്റെ മുന്നിൽ എന്റെ ശബ്ദം ഉയർത്തുന്നത് വിഘാതമാകരുത്. ചരിത്രത്തിൽ കാണാം, വിശദമായ ചരിത്രമാണ്, പല വിഷയങ്ങളും പറയാനുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചുരുക്കുന്നു. യമാമ യുദ്ധം നടക്കുമ്പോ യമാമ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബുമായിട്ടാണ് പോരാട്ടം നടക്കുന്നത്. ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാര് മുസൈലിമയുടെ ആളുകളൊക്കെ കൂട്ടം കൂട്ടമായി യുദ്ധത്തിലുള്ള ഒരുക്കങ്ങളുമായി മുന്നിട്ടിറങ്ങിയത് കണ്ടപ്പോൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരനായ സാലിം റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, സാലിമേ, നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്താൽ പോരാ, പല യുദ്ധങ്ങളിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ അറച്ച് വിറച്ച് ബേക്കോട്ട് നിന്നാ പോരാ, നമ്മൾ ഉറച്ചു നിന്നിട്ട് ശക്തമായി പോരാടണം. എന്നിട്ടതാ ഓരോരുത്തരും ഒരു കുഴി കുഴിച്ചു. നല്ല സുബൂത്തിന് വേണ്ടി, സ്ഥൈര്യത്തിന് വേണ്ടി ഒരു കുഴി കുഴിച്ചു. കുഴി കുഴിച്ചിട്ടതാ കുഴിയിൽ ഇറങ്ങി നിന്നു. ഘോരഘോരമായ പോരാട്ടം നടക്കുന്നു. രണ്ടുപേരെയും കൊല്ലപ്പെട്ടു. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടുകാരൻ സാലിം റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലപ്പെട്ടു. അന്ന് സാബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു വിചിത്രമായ സംഭവം യോദ്ധാക്കൾക്ക് അനുഭവമുണ്ടായി. മറ്റു യുദ്ധങ്ങളിൽ നിന്ന് വിഭിന്നമായി സാബിത്ത് റളിയല്ലാഹു അൻഹു മുസ്ലിംകളിൽപ്പെട്ട ഒരാളെ സമീപത്ത് വരുന്നു. അയാൾ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു വരുന്നു. ഉറക്കത്തിൽ വന്നിട്ട് പറയുന്നു, ഇന്നി ഊസീക ബിവസിയത്തിൻ. ഞാനൊരു നിർദ്ദേശം നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു. ആ നിർദ്ദേശം വെറുതെ കണ്ടതാണെന്ന് കരുതരുത്. ഇത് ഏതെങ്കിലും ദുസ്വപ്നമാണെന്ന് കരുതി തള്ളരുത്. ഇന്നലെ ഞാൻ ഷഹീദായി കിടക്കുമ്പോ എന്റെ ശരീരത്തിൽ നല്ല വിലപിടിപ്പുള്ളൊരു അങ്കി ഉണ്ടായിരുന്നു. നല്ല വിലയുള്ള അങ്കിയാണ്, ഞാനത് ധരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഷഹീദായി കിടക്കുന്നിടത്തുനിന്ന് മുസ്ലിംകളിൽപ്പെട്ട ഒരാൾ ഇന്നലെ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, അതെവിടെയുണ്ടെന്നറിയുമോ? ഈ സൈന്യം താമസിക്കുന്ന അങ്ങേ അറ്റത്ത് നിങ്ങൾ പോയാൽ അയാളെ ഒരു ടെന്റുണ്ട്. ആ ടെന്റിന്റെ സമീപത്ത് അയാൾ ഒരു കുതിരയുണ്ട്. നീളമുള്ള കുതിരയാണ്. ആ കുതിരയുടെ അപ്പുറത്ത് ഒരു ചട്ടി വെച്ചത് കാണാം. ആ ചട്ടിയുടെ അടിയിലായി എന്റെ പടയങ്കിയുണ്ട്. ചട്ടിയുടെ മുകളിലായി
വാഹനവുമുണ്ട്, വാഹനത്തിന്റെ മേലെ വെക്കുന്ന ഒട്ടകത്തിന്റെ കുതിരയുടെ കൂടാരമുണ്ട്. അതുകൊണ്ട് ആ കൂടാരം മറിച്ചിട്ട് ചട്ടി പൊന്തിച്ചു നോക്കിയാൽ അവിടെ എന്റെ പടയങ്കി കാണാം. ആ പടയങ്കി എടുക്കണം. എടുത്തിട്ട് ഫൗതി ഖാലിദ് ബിനുൽ വലീദ്, യുദ്ധത്തിന്റെ നായകനായ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലണം. എന്നിട്ട് എന്റെ ഈ പടയങ്കി സ്വീകരിക്കാൻ വേണ്ടി പറയണം. അത് മാത്രം പോരാ, ഇന്നിവിടെ രാജ്യം ഭരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ. വേഗം ഈ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ മദീനയിലെത്തുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നിട്ട് എന്റെ വിവരങ്ങളൊക്കെ പറയണം. പോരാത്തത് അന്ന അലയ്യ മിനദ്ദൈനി കദാ വകദാ, എനിക്ക് ഇന്ന ആളുകൾക്കൊക്കെ കടം കൊടുക്കാറുണ്ട്, അതും പെട്ടെന്ന് വീട്ടാൻ പറയണം. അത് നമ്മളെപ്പോഴും കരുതണം കേട്ടോ. കടം എന്ന വിഷയം എഴുതി വെക്കാൻ മറക്കരുത്, ആരും മറക്കരുത്. ഞാനതൊക്കെ വീട്ടിയിട്ടേ മരിക്കൂ എന്ന ചിന്ത ഉണ്ടാകരുത്. ഇന്ന് വൈകുന്നേരമായാൽ ഇന്നത്തത് എഴുതണം. അതൊരു പോരായ്മയല്ല, നല്ല മനുഷ്യനാണ് എന്നതിൻ്റെ അടയാളമാണ്. ഇന്നത്തത് ഇന്ന് എഴുതണം, നാളത്തെ നാളെ എഴുതണം, മറ്റന്നാളത്തെ മറ്റന്നാൾ എഴുതണം. ഓരോന്നിങ്ങനെ വീട്ടുന്നതനുസരിച്ച് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. നമ്മൾ എപ്പോഴാ പോകാന്നറിയില്ല. ചോദിക്കാനുള്ള ആൾ കുറച്ചല്ലേ എന്ന് കരുതി ഒന്ന് ചോദിക്കൂല. കൊടുക്കാനുള്ള ആളുകൾക്കാണെങ്കിലോ അത് കൊടുക്കാൻ ആരൊക്കെ അന്വേഷിക്കണം എന്ന് അവർക്കറിയില്ല. കുറെയൊക്കെ അവർ അന്വേഷിക്കും, കുറെയൊക്കെ പരസ്യപ്പെടുത്തും. ബാപ്പയുമായി ഇടപഴകിയ ആളുകളെ, ഉമ്മയുമായി ഇടപഴകിയ ആളുകളെ, കച്ചവട രംഗത്തും മറ്റൊക്കെയുള്ള ആളുകളെ കണ്ട് ചോദിക്കും. അവിടെ ഒന്നും ആയിരിക്കൂല കൊടുക്കാണ്ടാകുക. അതൊന്നും ആയിരിക്കൂല. വേറെ ആർക്കെങ്കിലും മരിച്ചു പോയില്ലേ നമ്മളെന്ത് ചോദിക്കാനാന്ന് കരുതിയിട്ട് നബിനവർ വിട്ടു എന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അവർ വിട്ടിട്ടുണ്ടാകൂല. ഏറ്റെടുത്തു എന്ന് പറയുന്ന ആൾക്കാർ അതിന്റെ ഉത്തരവാദിത്വം ശരിക്കും നിർവഹിക്കണം. അത് ചെറിയൊരു വാക്കൊന്നുമല്ല. പള്ളി മിഹ്റാബിന്റെ മുന്നിൽ വെച്ച് ഇതാ മകന്റെ കടക്കെ വാപ്പ ഏറ്റിട്ടുണ്ട്, വാപ്പാന്റെ കടക്കെ മകൻ ഏറ്റിട്ടുണ്ട് എന്ന് പറയുന്നതോടെ ബാധ്യത ഇങ്ങോട്ട് നീങ്ങുമെന്ന് വെച്ചാൽ നീങ്ങും. പക്ഷേ അത് ചില്ലറ ബാധ്യതയല്ല. സ്വഹീഹുൽ ബുഖാരി നോക്ക്, ബഹുമാനപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു സ്വഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ സ്വഹാബിക്ക് കടമുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ അടുത്ത ചോദ്യം, ആ കടം വീട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു എന്റെ കൂട്ടുകാരനായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനത് വീട്ടാണ്. ഞാനത് വീട്ടാന്ന് പറഞ്ഞു. ആ പറഞ്ഞതൊരു വാക്കല്ല. ആ ജനാസ നിസ്കാരം കഴിഞ്ഞ അടുത്ത വക്തിന് പള്ളിയിൽ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു വീട്ടിയോ? രണ്ടാമത്തെ വക്തിന് വന്നപ്പോ വീണ്ടും ചോദിച്ചു വീട്ടിയോ? അടുത്ത വക്തിന് വന്നപ്പോ വീണ്ടും ചോദിച്ചു വീട്ടിയോ? ഇത്ര പെട്ടെന്ന് ഞാനൊരു കടം വീട്ടിയത് എനിക്ക് വേറെ ഓർമ്മയില്ല. 40 കയ്യത്തേന് കാത്തിക്കാൻ പറ്റൂല, 15 കയ്യത്തേന് കാത്തിക്കാൻ പറ്റൂല, എന്നിട്ട് അളന്ന് മുറിച്ച് കൊടുക്കാറേ പറ്റൂല. അന്ന് തന്നെ കൊടുക്കണം. എത്രയും പെട്ടെന്ന് പരിധി കാലിയാക്കി കൊടുക്കണം, സ്വസ്ഥത കൊടുക്കണം, സുഖം കൊടുക്കണം. എല്ലാരും കൂടി വരട്ടെ എന്നിട്ട് ഓഹരിച്ചിട്ട് തീരുമാനിച്ചിട്ട് കൊടുക്കുക, അങ്ങനൊന്നും വെക്കരുത്. ഇത് കടുപ്പമുള്ള വിഷയമാണ് കടം. കണ്ടോ നിങ്ങൾ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് എന്താ? എനിക്ക് കടമുണ്ടെന്ന് ഖലീഫയോട് പറയണം. എന്റെ പടയങ്കി വിലപിടിപ്പുള്ളതാണ്, അയച്ചു കൊണ്ടുപോയിട്ട് ഖലീഫയുടെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറയണം, അന്ന അലയ്യ മിനദ്ദൈനി കദാ വകദാ, ഇത്രയും കടക്ക് ഞാൻ കൊടുക്കാനുണ്ട്, ഇന്ന ആളുകൾക്കൊക്കെ കൊടുക്കാനുണ്ട്, അവർക്ക് കറക്റ്റായി കൊടുക്കാൻ പറയണം. ഷഹീദാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ് നടന്നത്. തുഖ്തല ഷഹീദ, ഷഹീദായിട്ട് നിങ്ങൾ കൊല്ലപ്പെടുന്നത് നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് നബിയെ, ഞാനത് പൊരുത്തത്തോടെ സ്വീകരിച്ചു. പക്ഷേ ഷഹീദായാലും കടം ബാധിച്ച കാര്യം തന്നെയാണ്. യുഖ്തലു ലിശ്ശഹീദി കുല്ലു ദംബ്, ഷഹീദിന് എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടും, ഇല്ലദ്ദൈൻ, കടം ഒഴിച്ച്. അപ്പൊ നിങ്ങൾ കരുതേണ്ടതെന്താ അറിയാം, ഞാനത് നീ പരത്തി പറയുന്നില്ല, പക്ഷെ പറഞ്ഞ കൂട്ടത്തിൽ പറയട്ടെ. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഇവിടെ ഉണ്ടോ നിനക്കറിയില്ല, ഇപ്പൊ മൊത്തത്തിലുള്ളത് പറയണം. നിങ്ങൾക്കാർക്കും നിനക്കറിയില്ല, മൊത്തത്തിലുള്ളത് പറയാം. എന്താ സ്വഭാവം എന്നറിയാം? എന്തെങ്കിലും ഒരു പണി എടുപ്പിച്ചാൽ ആ എടുപ്പിക്കുന്ന പണിക്ക് പറഞ്ഞ കൂലി അപ്പം അല്ലെങ്കിൽ എഴുതി വെക്കാം. 100 രൂപ എടുപ്പിച്ചാൽ 100 രൂപ, 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 100 രൂപ എടുപ്പിച്ചാ
ഉദാഹരണമായിട്ട് ഒരു പുര കരാർ കൊടുത്തു പെയിന്റ് അടുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വയറിങ്ങിന് ഏതും ആകട്ടോ, തേപ്പിന് ഏതും ആകാം, മസനം പറയാം. അങ്ങനെ പെയിന്റ് അടിക്കാൻ അയാൾ എത്ര ചോദിച്ചപ്പോൾ പറഞ്ഞു കൂടുതലൊന്നുമില്ല, അത്യാവശ്യം നല്ല പെയിന്റ് അടിക്കണം. സാമ്പത്തിക ശേഷിയുള്ള ആളോട് പറഞ്ഞു ഒരു 1.25 ലക്ഷമൊക്കെ എന്ന് പറഞ്ഞു. ആ ഒരു പെയിന്റൊക്കെ വാങ്ങാനുള്ള ഒരു 50 നിങ്ങൾ പിടിച്ചോളൂ ആദ്യഘട്ടത്തിൽ. പിന്നെ ഇങ്ങനെ പെയിന്റ് ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് 10ഉം 15ഒക്കെ ആയിട്ട് കണക്ക് വെച്ചാൽ ഇങ്ങനെ കൊടുത്തു. അങ്ങനെ ലാസ്റ്റ് തീരാ നേരത്ത് ഇനി ഒരു ബാക്കി ഒരു 25 ഉണ്ട്, ഒരു 20 കൊടുത്തിട്ട് പറഞ്ഞു ബാക്കി എടുക്കട്ടോ. എവിടുന്ന്? നാളെ. അങ്ങനെ ബാക്കി വെക്കരുത്. എന്നിട്ട് പിന്നെ അവിടെ കയറിയിട്ട് അൽഫാത്തിഹ ഓതിയിട്ട് ബദർബൈത്ത് ഓതിയിട്ട് ഉദ്ഘാടനം ചെയ്യണത്. നിങ്ങളത് കൊടുക്കാൻ കഴിവുണ്ടോ അപ്പൊ കൊടുക്കണം, ഏറ്റവും നല്ലതാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ ആൾ ചോദിക്കാൻ വന്നില്ലെങ്കിലോ പരടിന്ന് പോകൂല. അങ്ങനെ കരുതരുത്, പരടിന്ന് പോകുന്ന കരുതരുത്. അയാൾ ചോദിക്കാത്ത ആളല്ലേ, അതുകൊണ്ട് ഇനി കൊടുത്തില്ലെങ്കിലും സാരല്ലാതെ കരുതരുത്. ഇതൊരു വിഷയം മാത്രമല്ല, കൂടെ കൊണ്ടുപോകുന്ന പണിക്കാർക്ക്, ഞാനൊരു പണിക്കാരനാണ്, മേശരിയാണെന്ന് കൂട്ടിക്കോളൂ, എന്റെ കൂടെ 5 പണിക്കാരുണ്ട്, 5 ആളോടും പറഞ്ഞു നിങ്ങൾക്കൊക്കെ 800 രൂപ തരാമെന്ന് പറഞ്ഞ് കൂട്ടി. അവരൊന്നൊരു വലിയ ഉത്തരവാദിത്വം വീട്ടിലില്ല, പിന്നെ ഒരു +2 കഴിഞ്ഞ ആളുകളാണ്, വലിയ ഉത്തരവാദിത്വത്തിലേക്ക് എത്തിയിട്ടില്ല. 800 പറഞ്ഞിട്ട് വൈകുന്നേരം 750 കൊടുത്തു. 50 അവിടെ കടമാണ്, കൊടുത്തേക്കണം. അവനാന്റെ പോക്കറ്റിക്ക് വരവ് വെക്കാനുള്ളത് വേറെ ഉണ്ട്, അത് വേറെ വാങ്ങിക്കും, പ്രശ്നമൊന്നുമില്ല. നിശ്ചയിച്ച് പറഞ്ഞാൽ അത് കൊടുക്കണം. വറക് കൊത്താൻ വേണ്ടി വീട്ടിലയാൾ വറക് കൊത്താൻ ഇപ്പൊ 2 ലോഡ് മുട്ടി വറക് ഇങ്ങനെ ഇറക്കിയാൽ മതി, നല്ല 1-ാം നമ്പർ മുട്ടി. അപ്പൊ അയാൾ മുന്നിട്ട് വറക് കൊത്തണം എന്ന് വെച്ചു. ആ കൊത്തണം എന്ന് പറഞ്ഞു. എത്ര ഇത് കൊത്താൻ എത്ര വേണ്ടത്? അപ്പൊ അയാൾ പറഞ്ഞു ഒക്കെ കൂടി കൊത്തണ്ടേ, ഒരു 3500 റുപ്യ. 2 ലോഡ് വറകാട്ട് നമ്മൾ ഇറക്കിയത് ആ വലിയ ലോറിക്ക് പെരുമുട്ടികളാണ്, ഒറ്റ പണിക്കാരനാണ്. 3500 പറഞ്ഞപ്പോ നമ്മളൊക്കെ കൂടി പറഞ്ഞ് തള്ളിയിട്ട് 2500 മൽപ്പിച്ചു. ആ എന്നാ ശരി 2500. അയാളാ വലിയ നല്ല കനമുള്ള മഗ്, ചെറിയ കനമൊന്നല്ലേ, അതിന്റെ തായ്ക്ക് കനം കുറവാണ്, തായിന്റെ അപ്പുറത്തുള്ള നല്ല കനമാണ്. അതിങ്ങനെ മരം തൊട്ടാ തന്നെ 2 പൊളിയാവും. പിന്നെ ഒന്നിങ്ങനെ റെഡിയാക്കിയാൽ പിന്നെ 4 പൊളിയായി പെട്ടെന്ന് പണി കിട്ടും. അപ്പൊ ഈ കുടുംബനാഥൻ വിചാരിച്ചു, ഈ പണിയെടുപ്പിക്കാൻ വേണ്ടി വിളിച്ചാൾ വിചാരിച്ചു ഇയാളൊക്കെ കുത്തി തീരുമ്പോഴേക്കും വൈകുന്നേരം വരെ ഉണ്ടാവും ഏകദേശം എന്ന കണക്കൂട്ടലാണ്. അയാളൊരു 8 മണിക്കം കൊണ്ട് തുടങ്ങി ഒരു 11:30-12 മണിയാകുമ്പോഴേക്ക് ഫുള്ള് തീർത്തു. ശരിക്കും അടുപ്പിൽ വെക്കാൻ പറ്റിയ അതേ അളവിൽ കൊത്തി ശരിയാക്കി തന്നു. ഉച്ചക്കുള്ള കഞ്ഞി ചോറൊക്കെ റെഡിയാക്കി അത് അയാൾക്ക് കൊടുത്തു. അയാൾ പറഞ്ഞു ഞാൻ പോവുക, ഞങ്ങൾ പോവുക, പണിയൊക്കെ കഴിഞ്ഞു, അതാ നോക്കിയോളി. അപ്പൊ അയാൾ വന്ന് നോക്കിയപ്പോ ശരിക്കൊക്കെ കറക്റ്റായി കുത്തി. ഇത്ര കുറച്ചെടുക്കാറുള്ളൂ, അതാ അത് മതി 2000. സുഹൃത്തെ 500 കടമാണ്. ഏത് മതക്കാരനാണെങ്കിലും ജാതിക്കാരനാണെങ്കിലും ആരാണെങ്കിലും 500 നിന്റെ പെരടിയിലുള്ള കടമാണ്. തേടി പിടിച്ചിട്ട് ഏത് നാട്ടുകാരനാണെന്ന് അന്വേഷിച്ചു കൊടുക്കൽ ബാധ്യതയാണ്. മരം കൊത്തണോ എന്ന് ചോദിച്ചു വന്ന പരദേശിയാണെങ്കിലും നാട് അറിയില്ലെങ്കിലും പെരടിയിൽ കുടുങ്ങുന്ന കടമാണ്. ഇത്യാദി കടങ്ങൾ ശ്രദ്ധിക്കണം, എഴുതി വെക്കണം, അല്ലെങ്കിൽ ആളെ പിന്നാലെ പോയി അന്വേഷിച്ച് വീട്ടണം. അത് അയാൾ പൊരുത്തപ്പെടാത്ത കാലത്തോളം പെരടിയിൽ നിന്നത് വിട്ടുമാറൂല. പറയുന്നു, ഖലീഫയോട് പോയിട്ട് പറയണം എനിക്ക് കടമുണ്ട്, അത് വീട്ടണം. അടുത്തൊരു വിഷയം പിന്നെയും ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇത് ദുസ്വപ്നമല്ലോ, തള്ളിക്കളയരുത്. പിന്നെ പറയുന്നു അടുത്തൊരു കാര്യം പറയണം, കുടുംബക്കാര് ഒരു പക്ഷേ കാര്യം അറിയൂല, എന്റെ അടിമകളിൽ നിന്ന് ഒരു വ്യക്തി അയാൾ മോചിതനാണ്, ഞാൻ മരിക്കലോടെ ഞാൻ അയാളെ മോചിപ്പിച്ചിട്ടുണ്ട്, ആ വാർത്ത എല്ലാവരും അറിയൂല. അപ്പൊരു പക്ഷേ കുടുംബം അത് അനന്തര സ്വത്ത് എന്ന നിലക്ക് ഈ അടിമയെ സ്വത്തിന്റെ കൂട്ടത്തിൽ പെടുത്താൻ ചാൻസ് ഉണ്ട്. അയാൾ മോചിപ്പിക്കപ്പെട്ട ആളാണെന്നും പറയണം. ആ സ്വപ്നം കണ്ട വ്യക്തി ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സവിധത്തിൽ വന്നു, വിഷയങ്ങളൊക്കെ കറക്റ്റായി പറഞ്ഞു.
ഷഹീദാകും എന്ന് പറഞ്ഞതിനോട് ചേർത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്നാമത്തെ കാര്യം എന്താ? സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ശുഹദാക്കളൊക്കെ അപ്പോൾ കയറുന്നവരാ സ്വർഗത്തിലേക്ക്. അവർ പെട്ടെന്ന് താമസം അവർക്ക് പാടില്ല. അതിനാണ് പെട്ടെന്ന് ഈ വസിയ്യത്ത് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ പടയങ്കി അന്വേഷിച്ചു ചെന്നു. ആ സൈന്യം താമസിക്കുന്നതിന്റെ അങ്ങേയറ്റത്ത് അതാ അവിടെ ഒരു ടെന്റ് കണ്ടു. ആ ടെന്റിന്റെ സമീപത്തൊരു കുതിരയുണ്ട്. ആ കുതിരയുടെ അപ്പുറത്ത് ഒരു ചട്ടി കണ്ടു. ആ ചട്ടി പൊന്തിച്ചു നോക്കുമ്പോൾ അതിൽ ഉണ്ട്. ശരിക്ക് കറക്റ്റായ പറഞ്ഞ പടയെങ്കി അതിലുണ്ട്. അവരത് ശരിക്കും എടുത്തു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് കൊണ്ടുവന്നു കൊടുത്തു. മദീനയിൽ വന്നപ്പോൾ ആ വിഷയം കണ്ട ആള് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് തന്റെ വിഷയം പറഞ്ഞു. ഫഅജാദ വസിയതഹു ബഅദ മൗതിഹി. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്ത് മരണത്തിന്റെ ശേഷം നടപ്പിൽ വരുത്തി. സ്വഹാബത്ത് പറയുന്നു, വലാ യഉലമു അഹദും മിനൽ മുസ്ലിമീന ജുബ്ബിദത് വസിയതുഹു ബഅദ മൗതിഹി ഗൈറ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ്. വഫാത്തിന് ശേഷം വസിയത്ത് ചെയ്ത വിഷയം ഇത്ര കറക്റ്റായി നടപ്പിലാക്കപ്പെട്ടത് വേറെ ആർക്കും ഞങ്ങൾക്ക് അറിയൂല. ആ വസിയത്ത് കൃത്യമായി നടപ്പിലാക്കി പോയി. ആ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ആയത്ത് ഇറങ്ങിയപ്പോൾ ശബ്ദം മുറക്കയാക്കുന്ന ആളാണെങ്കിലും ശരിക്ക് ശ്രദ്ധിച്ചു, സൂക്ഷിച്ചു. ഇരിക്കട്ടെ, അവിടെ മാത്രമല്ല കേട്ടോ ശബ്ദത്തെ സൂക്ഷിക്കേണ്ടത്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന മദീനത്തെ പള്ളിയിൽ ഉമ്മമാരെ സിയാറത്തിന് പോകാറുണ്ടല്ലോ, ഉപ്പമാരെ സിയാറത്തിന് പോകാറുണ്ടല്ലോ. അവിടുന്ന് ചില ആളുകൾ ഫോണിൽ സംസാരിക്കുന്നത് കണ്ടാൽ അവരോട് ഈ ആയത്ത് ഓതിക്കൊടുക്കണമെന്ന് തോന്നാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. കാരണം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ സമീപത്തും ശബ്ദം ഉയർത്തുന്നത് കറാഹത്താണ്. കമാ കാന യുക്റഹു ഫീ ഹയാതിഹി. ജീവിതകാലത്ത് കറാഹത്തായതുപോലെ അതേ മരണത്തിന്റെ ശേഷവും അങ്ങനെ തന്നെയാണ്. ലിഅന്നഹു ഇബ്നു കസീർ പറയുന്നു, ലിഅന്നഹു മുഹ്തറമുൻ ഹയ്യൻ വഫീ ഖബരിഹി സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി ദായിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം ഹയാത്തോടെ തീരുന്നില്ല. ഖബറിലും തങ്ങൾ മുഹ്തറമാണ്, വന്ദനം നൽകപ്പെടേണ്ട ആളാണ്. അതുകൊണ്ട് തിരുചാരത്ത് വെച്ച് സ്വലാത്തും സലാമും ചൊല്ലുമ്പോഴും അതവ് പാലിക്കണേ. ബൈത്ത് ചൊല്ലുമ്പോഴും അതവ് പാലിക്കണം. ഖുർആൻ ഓതുമ്പോഴും അതവ് പാലിക്കണം. ദുആ ചെയ്യുമ്പോഴും അതവ് പാലിക്കണം. മറ്റൊരാളോട് സംസാരിക്കുമ്പോഴും അതവ് പാലിക്കണം. ആ പരിസരത്ത് എവിടുന്നും നിങ്ങൾ ഉറക്കെ ഫോൺ ചെയ്യരുത്, ഫോണിൽ ശബ്ദിക്കരുത്. അതവ് നന്നായി പാലിക്കണേ. മദീനത്തെ പള്ളിയുടെ ഏത് ഭാഗത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയി നിന്നാലും നന്നായി അതവ് പാലിക്കുന്ന വിഷയത്തിൽ കറക്റ്റായി സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഹാനവർകൾ ഒരു ദിവസം പള്ളിയിലേക്ക് വന്നു നോക്കുമ്പോൾ രണ്ടാള് അവിടെ വെച്ച് ശബ്ദിക്കുന്നുണ്ട് മദീനത്തെ പള്ളിയിൽ. ഉമർ റളിയല്ലാഹു അൻഹു അവരെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ അവർ കണ്ടപ്പോൾ ഒരു വാതിലിലൂടെ രണ്ടുപേരും തടി സലാമത്താക്കി ഒറ്റപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു ചെറിയ കല്ല് കൊണ്ട് ഇങ്ങനെ വിളിച്ചു ഒന്ന് എറിഞ്ഞിട്ട് ഇങ്ങോട്ട് ശ്രദ്ധ ക്ഷണിച്ചിട്ട് പറഞ്ഞു, ആ പോകുന്ന രണ്ടാൾക്കാരെ പെട്ടെന്ന് പോയി പിടിച്ചുകൊണ്ടിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ട് അവർ ഓടുക. സായിബ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു പിന്നാലെ ഓടി അവരെ പിടിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിൽ കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന അൻതുമാ, നിങ്ങൾ ഏത് നാട്ടുകാരാണ്?
നിങ്ങൾ എവിടുത്തുകാരാണ്? അവർ പറഞ്ഞു മിൻ അഹ്ലി ത്വായിഫ്, നിങ്ങൾ മദീനക്കാരല്ല മക്കക്കാരാണ്, ത്വായിഫ് നിവാസികളാണ്. റളിയല്ലാഹു അൻഹു പറഞ്ഞു അവരോട്, ലൗ കുന്തുമാ മിൻ അഹ്ലിൽ മദീനതി ലഔജഅതുകുമാ ദർബ, നിങ്ങളെങ്ങാനും മദീനക്കാരാണെങ്കിൽ നിങ്ങൾ അടിച്ചിട്ട് ഞാൻ വേദനിപ്പിക്കുമായിരുന്നു. തർഫഅനി അസ്വാതുകുമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലാണോ ശബ്ദം ഉയർത്തുന്നത്? ഒരിക്കലും അത് പാടില്ല. ഇതേ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിലും അവിടുത്തെ പള്ളിയിലുമൊക്കെ ശബ്ദം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സംസാരിക്കുമ്പോൾ നാട്ടിലേക്കാണ് ഫോൺ വിളിക്കുന്നത് എന്ന് കരുതിയിട്ട് ഉറക്കെ പറയരുത്. എല്ലാവരും ആ ബഹുമാനം എപ്പോഴും കരുതേണ്ടതുണ്ട്. അവിടെ പോയിട്ട് നിങ്ങളാരും സെൽഫി എടുത്തിട്ട് ബഹുമാനക്കുറവുണ്ടാക്കരുത്. മക്കത്ത് പോകുന്നതും ഇവിടുന്ന് സെൽഫി എടുക്കാൻ നീയത്താക്കിയിട്ടല്ല, ഹജ്ജിനാണ്. കുടുംബക്കാരെ നിങ്ങൾ കാബന്റെ അടുത്ത് നിന്നത് കാണണം, ഫോട്ടോ എടുക്കണം എന്ന ചിന്തയുണ്ടാകരുത്. അള്ളാഹുവിന്റെ ബൈത്തിനോടും മദീനത്തെ ഹറമിനോടും തികഞ്ഞ ബഹുമാനം വേണം. ബഹുമാനത്തിന് എതിരാകുന്നത് മറ്റൊരാൾ കണ്ടാൽ അറപ്പോടെ വീക്ഷിക്കുന്ന വിഷയം പോലും നമ്മിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടല്ലേ അബൂജാഫർ എന്ന രാജാവ്, രാജ്യം ഭരിക്കുന്ന രാജാവ് മദീനത്തെ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് അവിടെ ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് കുറെ വിഷയങ്ങളിൽ വാഗ്വാദം നടത്തി. ശബ്ദം ഇങ്ങനെ ഉയർന്നപ്പോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് ശബ്ദിക്കുന്നത് എന്ന നല്ല ഓർമ്മ വേണം. ഭരണാധികാരിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. ഇവിടെ ശബ്ദം ഉയർത്താൻ പാടില്ല. അള്ളാഹു ഇവിടെ വെച്ച് ജീവിച്ച് നന്നായി ജീവിതം കാണിച്ചു തന്നുപോയ നല്ലൊരു സമൂഹമുണ്ട്. അവർക്ക് അള്ളാഹു പഠിപ്പിച്ച അദബ് അറിയൂലേ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. അതുകൊണ്ട് രാജാവേ, ശബ്ദം ഉയർത്തരുത്. ശബ്ദം പതുക്കെയാക്കുന്നവരെ അള്ളാഹു മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇന്നല്ലദീന യഗ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ് ഉലൈക അല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. തിരുസവിധത്തിൽ പതുക്കെ സംസാരിക്കുന്ന ആളുകൾ, അവരെ മനസ്സിൽ അല്ലാഹു തഖ്വ നൽകിയിട്ടുണ്ട്, ആത്മവിശുദ്ധി കൊണ്ട് നിറച്ചിട്ടുണ്ട്. മനസ്സിനെ അല്ലാഹു സ്ഫുടം ചെയ്തിട്ടുണ്ട്. കറകളെല്ലാം അല്ലാഹു കളഞ്ഞിട്ടുണ്ട്, നീക്കിയിട്ടുണ്ട്. ആയത്തങ്ങ് ഓതിക്കൊടുത്ത് വിഷയം പഠിപ്പിച്ചപ്പോൾ അബൂ ജഅഫർ എന്ന ഭരണാധികാരി വിധേയപ്പെട്ടു, അനുസരിച്ചു. എന്നിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദ്ഉ അം അസ്തഖ്ബിലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഞാൻ ഖിബ്ലയിലേക്ക് മുന്നിട്ട് നിൽക്കണോ, അതല്ല നബി തങ്ങളിലേക്ക് മുന്നിട്ട് നിന്ന് ദുആ ചെയ്യണോ? സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഖിബ്ലയിലേക്ക് തിരിയാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ വെച്ച് പറഞ്ഞാലും ഹബീബായ തങ്ങളെ ഹദ്റത്തിൽ വെച്ച് പറഞ്ഞാലും അങ്ങോട്ട് തിരിയാൻ പാടില്ല. രാജാവ് ചോദിക്കുന്ന നേരത്ത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വലിമ തസ്രിഫു വജ്ഹക അൻഹു. അല്ല രാജാവേ, നിങ്ങൾ എന്തിനാണ് മുഖം മാറ്റിക്കളയുന്നത്? എന്തിനാണ് മുഖം തിരിച്ചു കളയുന്നത്? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ നിങ്ങൾക്കും നിങ്ങളുടെ പിതാവായ മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനും വസീലയായിട്ടുള്ള നേതാവല്ലേ ഇത്? അതുകൊണ്ട് ആ നേതാവിലേക്ക് തന്നെ മുന്നിട്ടോ, ആ നേതാവിനോട് ശഫാഅത്ത് ചോദിച്ചോ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ആ നേതാവ് അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും, അല്ലാഹു അത് സ്വീകരിക്കുകയും ചെയ്യും. എന്നിട്ട് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഓതിക്കൊടുത്തു, വലൗ അന്നഹും ഇല്ലലഹു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു പറഞ്ഞത് കേട്ടിട്ടില്ലേ? കുറ്റം ചെയ്ത
ഞങ്ങളോട് അതിക്രമം ചെയ്തവർ, പാപക്കറകൾ ചെയ്ത ആളുകൾ തങ്ങളുടെ ഹദ്റത്തിൽ വന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടിയാൽ ആ തേടുന്ന തേട്ടം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതിരിക്കൂല, തങ്ങളത് മാനിക്കാതിരിക്കൂല. അതുകൊണ്ടല്ലേ തൊട്ടടുത്ത് തന്നെ പറഞ്ഞത് വസ്തഗ്ഫറ ലഹുർ റസൂൽ. അവിടുത്തെ ഹദ്റത്തിൽ വെച്ച് അല്ലാഹുവിനോട് പാപമോചനം തേടുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പൊറുക്കലിനെ തേടിയാൽ അതാണ് വലിയ ശഫാഅത്ത്. ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. അല്ലാഹു തൗബ ചെയ്യുന്നവനായും തൗബ സ്വീകരിക്കുന്നവനായും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായും അവർക്ക് അല്ലാഹുവിനെ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഖിബിലയിലേക്ക് തിരിയരുത്, നബിതങ്ങളിലേക്ക് തന്നെ തിരിയണേ, വേറെ എങ്ങോട്ടും തിരിയരുത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. രാജാവിന് വരെ അതവുണ്ടാക്കി കൊടുത്തു. നമ്മളവിടെ പരിഗണിക്കേണ്ട ഒരു വിഷയം ഉണ്ട്. കണ്ടില്ലേ നിങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്? ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, വകരിഹ ബഅദുൽ ഉലമാഇ, പണ്ഡിതന്മാര് വെറുത്തിട്ടുണ്ട് റഫ്അ സൗതി ഫീ മജാലിസിൽ ഉലമാ, പണ്ഡിതന്മാരുടെ സദസ്സിൽ വെച്ച് ശബ്ദം ഉയർത്താൻ പാടില്ല. തശ്രീഫൻ ലഹും, അവരോട് ആദരവ് കാണിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. ഇദ്ഹും വറസത്തുൽ അംബിയാ, കാരണം പണ്ഡിതന്മാര് അംബിയാക്കളുടെ അനന്തരഗാമികളാണ്. അതുകൊണ്ട് ശബ്ദം ഉയർത്താൻ പാടില്ല. ബാപ്പയോടും ഉമ്മയോടും സംസാരിക്കുന്ന ആളും ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഗുരുനാഥനോട് സംസാരിക്കുന്ന ആൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഒരു സയ്യിദായ ചെറിയ ഒരു കുട്ടിയോട് സംസാരിക്കുകയാണ്, ആ കുട്ടിക്ക് ബുലൂഗെത്തിയിട്ടില്ല, തമീസെത്തിയിട്ടേ ഉള്ളൂ. എന്നാലും തങ്ങളുട്ടി എന്ന നിലക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ശബ്ദം താഴ്ത്തണേ. എത്രത്തോളം പറഞ്ഞു എന്നറിയോ? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ. ഖുർആൻ ഓതുമ്പോൾ ശബ്ദിക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാകുന്ന ഹദീസും അതൊക്കെ പറയുന്ന സാഹൂദം ശ്രദ്ധിക്കേണ്ടതുണ്ട്, വീക്ഷിക്കേണ്ടതുണ്ട്. ഒരിക്കൽ പോലും ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആംഗ്യം പോലും കളി പോലും പാടില്ല. അതുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ഹദ്റത്തിൽ ദർസ് പഠിക്കാൻ വേണ്ടി ആദ്യം എത്തിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. 10 കൊല്ലം അവിടുത്തെ ദർസിൽ ചേർന്ന് ദർസ് പഠിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആദ്യം എത്തിയ സമയത്ത് അവിടെ ദർസ് നടക്കുകയാണ്, ഹദീസ് കേൾക്കുകയാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പിന്നിലാണ് ഇരുന്നിരിക്കുന്നത്. മുന്നിൽ ഇരുന്നിരിക്കുന്ന ശിഷ്യന്മാർക്കൊക്കെ പേനയുണ്ട്, പേപ്പറുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കുറെ കാലത്തൊരു മോഹമാണ്, ഒരു പേന ലഭിക്കണം, പേജ് ലഭിക്കണം. പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇലകളെ കൊണ്ടാണ് എഴുതാറുള്ളത്. എല്ലിൻ കഷ്ണങ്ങളിലും തോലിൻ കഷ്ണങ്ങളിലും മരക്കഷ്ണങ്ങളിലുമൊക്കെ എഴുതി വെക്കും, ഇലകളെ കൊണ്ട് എഴുതും. ആ എഴുതിയ ഇൽമുകളൊക്കെ 2 കുട്ടയിലാക്കി നിറച്ച് അതും വീട്ടിയിട്ടാണ് മദീനയിലേക്ക് വന്നിരിക്കുന്നത്. മുന്നിലിരിക്കുന്ന സദീർക്കനെ കണ്ടപ്പോ ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ മനസ്സ് വേദനിച്ചു. ഇവരെല്ലാവർക്കും പേനയുണ്ടല്ലോ, പേപ്പറുണ്ടല്ലോ. ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുക്കുന്നു. സനദ് സഹിതം ഹദീസ് അങ്ങനെ പറയുമ്പോ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. മഹാനവറുകൾ വിരലെടുത്ത് ആ വിരൽ നാവിൽ തൊട്ട് അതാ ഇടത്തെ കൈയിലൂടെ ഇങ്ങനെ പതുക്കെ എന്തോ കുറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹദീസ് പറയുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, കണ്ടുകൊണ്ടൊരു നോട്ടം. ഹദീസിന്റെ ക്ലാസ് അവസാനിച്ചു. ശിഷ്യന്മാരൊക്കെ നീങ്ങിയപ്പോ പതുക്കെ മുന്നോട്ട് ചെന്നിരുന്നു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒരേ നോട്ടം നോക്കിയിട്ട് ചോദിച്ചു, അമുത്വലിബിയുൻ അന്ത, മുത്വലിബ് വംശജനാണോ? അതെ. അഹറമിയുൻ അന്ത, ഹറമിൽ താമസിച്ച് വരുന്ന ആളാണോ? അതെ. ബാപ്പ ഇപ്പ ഹയാത്തിലില്ലല്ലോ? ഇല്ല. ഉമ്മ മാത്രമല്ലേ ഉള്ളൂ? അതെ. ജേഷ്ഠനായും അനുജനായും ആരും ഇല്ലല്ലോ. എല്ലാം ഒറ്റ ഓട്ടത്തിൽ ഫറാസത്തിന്റെ അവഗാഹം കൊണ്ട് നോക്കി പറഞ്ഞപ്പോ
പറഞ്ഞപ്പോ മോനെ നീ നല്ല കുട്ടിയാണ്, എല്ലാ ഗുണങ്ങളും നിന്നിൽ വീണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ഹദീസ് ഓതിക്കൊണ്ടിരിക്കുമ്പോ നീ പിറകിൽ ഇരുന്നിട്ട് കൈകളെ കൊണ്ട് നാവിലിട്ട് കളിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അത് പറഞ്ഞപ്പോ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മനസ്സിൽ വല്ലാത്തൊരനുഭവം. ജീവിതത്തിൽ ഇത്ര കാലം ഇൽമു പഠിച്ചിട്ടും പേനയും പേപ്പറും കിട്ടാത്തതിന്റെ വിഷമം. ഉസ്താദെ, അവർക്കൊക്കെ പേനയുണ്ട്, പേപ്പറുണ്ട്, എനിക്കതില്ലല്ലോ. ഞാൻ എന്റെ മുസബ്ബിഹ വിരൽ പേനയാക്കി, എന്റെ ഇടത്തെ കൈ ഞാനൊരു പേപ്പറാക്കി, നാവിൻ തുമ്പിലൂടെ വരുന്ന ഉമിനീര് മഷിയാക്കി വെച്ച് ഞാൻ എഴുതിയതാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കൈ നോക്കട്ടെ, അതിലുണ്ടോ നോക്കിയിട്ട് കയ്യിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചു. കയ്യിലൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞു. കയ്യിൽ കുത്തുമ്പോഴേക്ക് ഞാൻ എന്റെ മനസ്സിൽ കുത്തിവെച്ചിട്ടുണ്ട്. എങ്കിലൊന്ന് ഓതൂ മോനെ, ഞാനൊന്ന് കേൾക്കട്ടെ. ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു ഒന്നാമത്തെ ഹദീസ് മുതൽ 25 ഹദീസ് സനദ് വിടാതെ, മത്തിന് വിടാതെ, നമ്പർ മാറാതെ എണ്ണി അങ്ങ് ചൊല്ലിക്കൊടുത്തപ്പോ, ഓ മുഹമ്മദേ, ഇദ്രീസിന്റെ മോനെ, ഇത്തഖില്ലാ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് നല്ല നിലയ്ക്ക് ഇൽമു പഠിക്കണേ. നിങ്ങൾക്ക് അല്ലാഹു വലിയ ഭാവി സമ്മാനിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ മജ്ലിസിൽ പോലും കൈകൊണ്ട് ഇങ്ങനെ കുറിക്കുന്നത്, നാവിൽ ഇടുന്നത് ബഹുമാനത്തിന് എതിരായി കണ്ടെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ മജ്ലിസുകളിലും ഹദീസ് പറയുന്നിടത്ത്, ഖുതുബ ഓതുന്നിടത്ത്, ഉമ്മമാരെ വഅദിന്റെ മജ്ലിസിൽ വന്ന് മൊബൈൽ കൊണ്ട് കളിക്കരുത്. സൂഉല്ലദബാണ് കേട്ടോ. വാരാന്ത ക്ലാസുകൾ നിങ്ങളുടെ നാടുകളിൽ നടക്കാറില്ലേ? ഉസ്താദുമാര് ഹദീസ് പറയും, ആയത്ത് പറയും, മസല പറയും. അവരെ വാക്ക് ഗൗനിക്കാതെ കളിച്ചുകൊണ്ടിരിക്കരുതേ. കളിക്കാൻ പറ്റിയ ഉപകരണമായി മാറിയ മൊബൈലുകൾ ഉപയോഗിച്ച് ആ വാക്കുകൾ ശ്രദ്ധിക്കാതെ കളിച്ചുകൊണ്ടിരിക്കരുത്. ഏത് കളിയാണെങ്കിലും മെസ്സേജ് ആണെങ്കിലും പാടില്ല. ഖുതുബ കേൾക്കുന്ന പുരുഷന്മാരെ, പ്രസംഗം കേൾക്കുന്ന പുരുഷന്മാരെ, ഖുതുബയുടെ അറബിയുടെ അർത്ഥം തിരിയില്ലെങ്കിലും മൊബൈൽ കളിക്കല്ല. ഇമാം മിമ്പറിൽ ഇരുന്നിട്ട് ദുആ ചെയ്യുമ്പോ നിങ്ങൾ കളിക്കല്ല. ഉസ്താദുമാര് നസീഹത്ത് തരുന്ന വലിയ വലിയ സമ്മേളനങ്ങളിൽ സംഗമിക്കുമ്പോ സ്റ്റേജിൽ നിന്നൊരു പക്ഷേ 10,000-കണക്കിന് ആളുകൾക്കിടയിൽ നിങ്ങളുടെ നോട്ടം, നിങ്ങളിലേക്ക് അവരെ നോട്ടം എത്തില്ലെങ്കിലും മലക്കുകൾ നിങ്ങളെ നോക്കുന്നില്ലേ? അല്ലാഹു നിങ്ങളെ നോക്കുന്നില്ലേ? മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കറക്റ്റായി ഒപ്പിയെടുക്കാൻ പറ്റിയ, നന്നായി പകർത്താൻ പറ്റിയ സൂക്ഷിപ്പുകാരും നിരീക്ഷകരും നോക്കി നിൽക്കുന്നില്ലേ? സമ്മേളനത്തിൽ വലിയ വലിയ ഉസ്താദുമാര് ദ്വാരക്കുമ്പോ, സാദാത്തുക്കൾ ദ്വാരക്കുമ്പോ വഴിയോരങ്ങളിൽ നിന്ന് ശബ്ദിച്ച് ഒന്ന് ആമീൻ പറയാതെ, ഒന്ന് ചെവി കൊണ്ടിരിക്കാതെ നിങ്ങൾ വേറെ ശുഗറിൽ ഏർപ്പെടല്ല. ഞാൻ ഇന്നലെ പറഞ്ഞതും ഇതിനോട് കൂട്ടി വായിച്ചോളൂ. ഒരൊറ്റ മദ്ഹിന്റെ, മഹബ്ബത്തിന്റെ, മൗലിദിന്റെ, ഹുബ്ബിന്റെ സദസ്സിൽ പോയിട്ടും അതേ കളിക്കാൻ പാടില്ല. നിസ്കാരം കഴിയുമ്പോഴേക്ക് നമ്മുടെ ആളുകൾ മൊബൈല് ഓണാക്കിയിട്ട് തുടങ്ങി അവരെ കുത്തി വരാം. ഓ, അത്തഹിയ്യാത്തിൽ ആരോ വിളിച്ചോ എന്നുള്ള പേടിയാണ്. ദിക്ർ ചെല്ലാന്നല്ല, അപ്പോഴേക്ക് ടിം 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 ഒച്ച കേട്ടു. എന്തൊരു മുസീബത്താണിത്! ദിക്ർ ചെല്ലാൻ നേരല്ല, ഇസ്തിഗ്ഫാർ ചെല്ലാൻ നേരല്ല, ആയത്തുൽ കുർസി ഓതാൻ നേരല്ല. അതിലേക്ക് ഒരു ശ്രദ്ധയുമില്ല. ആമീൻ ദുആക്കുന്ന കനഗാംഭീര്യമുള്ള ദുആ, ദുആയിൽ ഏറ്റവും ഇജാബത്തുണ്ടെന്ന സ്വാദിഖുൽ മസ്ദൂഖ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രതിവചിച്ച ഫർദ് നിസ്കാരങ്ങളുടെ ദുആന്റെ സമയത്ത് പോലും നമ്മുടെ ആളുകൾക്ക് ഈ പീറപ്പണിയാണ്. എത്രമാത്രം സൂലതമാണിത്! ഇത് ഞാൻ എന്റെ സ്വന്തം വകയിൽ പറഞ്ഞതല്ല. ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, ഖുർആൻ ഓതുന്ന വീട്ടിൽ
അത് കേട്ടിരിക്കാൻ നിങ്ങൾക്കപ്പോൾ തക്കമില്ലെങ്കിൽ ആ കേട്ടിരിക്കുന്ന സ്ഥലത്ത് വെച്ച് ശബ്ദിക്കരുത്, മൊബൈലിൽ സംസാരിക്കരുത്. വരാന്തയിലേക്ക് ഇറങ്ങിക്കോ, നടുത്തളത്തിലേക്ക് ഇറങ്ങിക്കോ, വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിക്കോ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി തങ്ങൾ പറഞ്ഞു, വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. ഖുർആനിൽ ഉണ്ടാ ബഹുമാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉണ്ടാ ബഹുമാനം. അന്ന് തങ്ങളെ മജ്ലിസിൽ മാത്രമാണ് കരുതരുത്, അതിനാണ് പറയുന്നത്. ഖുർത്തുബി ഇമാം തങ്ങൾ പറയുന്നു, വഖദ് നബ്ബഹ അല്ലാഹു സുബ്ഹാനഹു അലാ ദവാമിൽ ഹുർമത്തിൽ മദ്കൂറ അലൽ അലാ മുറൂറിൽ അസ്മിന. എത്ര കാലം കഴിഞ്ഞാലും ഈ ആദരവ് ഇവിടെ ദായിമാണ്, നിലനിൽക്കുന്നു, പോരുന്നതാണെന്ന് അല്ലാഹു ഈ ആയത്ത് കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹദീസ് പറയുന്നിടത്ത്, വാങ്ങിന്റെ മജ്ലിസിലൊക്കെ ഹദീസ് പറയും, ക്ലാസ് എടുക്കുന്നിടത്തൊക്കെ ഹദീസ് പറയും. ആ ഹദീസ് പറയുന്ന ഒറ്റ മജ്ലിസിലും നമ്മൾ അന്യോന്യം സംസാരിച്ച് പറഞ്ഞു, ലാ തഖൂലൂ ലഹു യാ മുഹമ്മദ് യാ അഹ്മദ്. ആ നബി തങ്ങളെ നിങ്ങൾ പരസ്യമായി കൂട്ടുകാരെ വിളിക്കും പോലെ അഹ്മദേ മുഹമ്മദേ എന്ന് വിളിക്കാൻ പാടില്ല. നബി തങ്ങളെ വിളിക്കേണ്ടത് വഹബിബൂഹു ബിന്നുബുവ്വ അയ്യുഹൻ നബി യാ നബിയല്ലാഹ് യാ റസൂലല്ലാഹ് എന്നേ സംബോധന നടത്താവൂ. നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരെ വിളിക്കും പോലെ പേരെടുത്ത് വിളിക്കരുത്. അല്ലാഹു പഠിപ്പിച്ച വലിയൊരു ബഹുമാനമല്ലേ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ അത് പഠിപ്പിച്ചിട്ടില്ലേ? യാ ആദമു അല്ലാഹു വിളിച്ചിട്ടുണ്ട്, യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. യാ നൂഹ് അല്ലാഹു വിളിച്ചിട്ടുണ്ട്, യാ നൂഹ് ബിസ്മി സലാമിൻ മിന്നാ വബറകാത്തിൻ അലൈക്. യാ ഇബ്രാഹിം അല്ലാഹു വിളിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഒരിടത്ത് പോലും വിളിച്ചിട്ടില്ല യാ മുഹമ്മദു എന്ന് അല്ലാഹു വിളിച്ചിട്ടില്ല. എങ്ങനെയാണ് അല്ലാഹു വിളിച്ചത്? യാ അയ്യുഹൻ നബി യാ അയ്യുഹർ റസൂൽ യാ അയ്യുഹൽ മുസമ്മിൽ യാ അയ്യുഹൽ മുദ്ദസ്സിർ. അങ്ങനെയാണ് വിളിക്കേണ്ടത്. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും സിയാറത്തിന് പോയി കാണുന്ന പരിശുദ്ധമായ ഹിജ്റത്തുൽ ഷരീഫ, ഏറെ സിയാറത്തുകൾക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ സിയാറത്തിന്റെ തൊട്ടപ്പുറത്തുള്ള തൂണുകളിൽ എഴുതി വെച്ചിട്ടില്ലേ, യമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദാ ലിൽ വാഹിദിൽ ഫർദി ലം യൂലദ് വലം യലിദ് يا من تفجرت الأنهار نابعة من إصبعيه فروا والجيش بالمدد نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ബഹുമാനത്തിന് എതിരായ ഒരു വിളിയും ഹബീബിനോട് പറ്റൂല. അതുകൊണ്ടല്ലേ ഇമാം ബുസൂരി തങ്ങളും യാ അക്റമൽ ഖൽഖി മാ ലീമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമീമി. സയ്യിദുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു യാ സയ്യിദസ് സാദാതി ജിതുക ഖാസിദാ അർജു റിളാക ഫലാ തുഖയ്യിബ് മഖ്സദി. ഓ നേതാക്കളിൽ നേതാവായ നബിയേ, ഉമർ ഖാദി തങ്ങളും യാ അക്റമൽ ഖുറമാല അഅതാബികും. ആ ബഹുമാനത്തിന്റെ ഒരു ശൈലിയില്ലേ, ആ ശൈലി വിടാൻ പാടില്ല. ആ
ആദരവിന്റെ വലിയ അർത്ഥമാണ് ഈ പഠിപ്പിച്ചത്. ലോകത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദരവ് കുറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അത് കുറവാണ്. ഇവിടെ മഹാന്മാര് പഠിപ്പിച്ചു, ഇവിടെ ശബ്ദം ഉയർത്തുക, പരസ്യമായി പരക്കെ പറയുക എന്നതുകൊണ്ട് പരിഹസിക്കുക എന്നതല്ല ഉദ്ദേശം. പരിഹസിച്ചാൽ ചെറുതാക്കാനല്ല. കാരണം പരിഹസിക്കലും ചെറുതാക്കലും സ്വയം നാലിക്ക കുഫ്റുൻ. അതുകൊണ്ട് ഉദ്ദേശിച്ചാൽ തന്നെ മതി, പറയണമെന്നില്ല. അതുകൊണ്ട് കുഫറായി പോയി, നിഷേധം വന്നുപോയി. പിന്നെന്താ ഇവിടെ ഉദ്ദേശം? അതേ, സാധാരണ അഭിമുഖ സംഭാഷണം നടത്തുമ്പോ പതിവ് സാധാരണ അവർക്കിടയിൽ ഒന്ന് ഉറക്കെ പറയാറുണ്ട്. ചിലപ്പോ വിഷയത്തിന്റെ ഗൗരവം വരുമ്പോ ഉറക്കെ പറയും. അത് തിരുസവിധത്തിൽ പറ്റൂല. അതേപോലെ തന്നെ പരസ്പരം പറയുമ്പോ പേരെടുത്ത് പറഞ്ഞേക്കും, അതും പറ്റൂല. അതുകൊണ്ടാണ് അഅറാബികൾ വരുമ്പോ അഅറാബികളോട് സഹാബിമാർക്ക് വലിയ ബഹുമാനമാണ്. കാരണം അവർ നല്ല ചോദ്യം ചോദിക്കാൻ വരും. പക്ഷേ അവരെ ശൈലി ഇഷ്ടപ്പെടാറില്ല. എന്തേ ശൈലി ഇഷ്ടപ്പെടാത്തത്? അവര് ബഹുമാനം കുറഞ്ഞിട്ടാ സംസാരിക്കുക. അറബികൾ വരുമ്പോ, അറബികൾ ഉറക്കെ വിളിക്കുമ്പോ സഹാബത്ത് പറയും, ശബ്ദം ഒന്ന് കുറയ്ക്കും. എന്താ ഇങ്ങനെ പറയണം? ചിലര് പരിഗണിക്കും, ചിലര് പരിഗണിക്കൂല. ഉറക്കെ വന്ന് വിളിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അപ്പൊ സഹാബത്ത് ഉടനെ തന്നെ പറയും, എന്റെ ശബ്ദം ഒന്ന് കുറയ്ക്ക്, ഇങ്ങനെ പറയാൻ പറ്റൂല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിലാണ് ഈ പറയുന്നത്, തെറ്റാണ്, ഇങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ മൊത്തത്തിൽ ബഹുമാനം സ്വീകരിക്കണം, വലിയ ആദരവ് സ്വീകരിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുമ്പോ പതുക്കെ സംസാരിക്കണം, പാകത്തിൽ സംസാരിക്കണം, ഉറക്കെ സംസാരിക്കാൻ പാടില്ല. തങ്ങളുടെ സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കണം. സൃഷ്ടികളിൽ അവിടത്തേക്ക് വേറിട്ട സ്ഥാനമുണ്ട്. അതേ, അപശബ്ദങ്ങൾ പറയാൻ പാടില്ല. ചിരിപ്പിക്കുന്ന വർത്തമാനങ്ങൾ, പൊടിവാക്ക് പറയാൻ പാടില്ല, കേടായ വാക്ക് പറയാൻ പാടില്ല. അവിടുത്തെ തിരുസവിധത്തിൽ പോലും അങ്ങനെ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു മദ്ഹ് ചെയ്യുന്നത് ആരെയാണ്? ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ശബ്ദം പതുക്കെയാക്കി സംസാരിക്കുന്ന, അദബ് പൂർണ്ണമായി പാലിക്കുന്ന, ചെറിയ രൂപത്തിൽ തങ്ങളെ എതിരായിപ്പോയോ എന്ന് പേടികൊണ്ട് പതുക്കെ പറയുന്ന ആളുകൾ, ഉലൈകല്ലദീന ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അവരാരാണ്? ഇംതഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. അവരെ മനസ്സുകൾ അല്ലാഹു തആല തഖ്വയിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. അഥവാ ജറബഹാ ലിത്തഖ്വാ വമറനഹാ അലൈഹാ ഔ അറഫഹാ കായിനതൻ ലിത്തഖ്വാ ഖാലിസതൻ ലഹാ. ഇംതഹന എന്ന വാക്കിന്റെ നേരെ അർത്ഥം പരിശോധിച്ചു. ഇംതിഹാൻ എന്ന് പറഞ്ഞാൽ പരീക്ഷ, പരീക്ഷിച്ചു. പക്ഷെ ഇമാം മസ്ഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇവിടെ പരീക്ഷിച്ചു എന്നല്ല പറയേണ്ടത്, പരീക്ഷയിൽ ജയിച്ചു എന്നാ പറയേണ്ടത്. അപ്പൊ എന്താ അർത്ഥം കൊടുക്കണം? അവരെ മനസ്സ് തഖ്വയിലേക്ക് അല്ലാഹു തആല വലിച്ചു കൊണ്ടുപോയി പാകപ്പെടുത്തി. അപ്പൊ തഖ്വയുടെ വലിയ അടയാളം എന്താണ്? ആദരവാണ്, ബഹുമാനമാണ്. ഒരു മനുഷ്യന് തഖ്വയുണ്ട് എന്നതിന്റെ വലിയ അടയാളം ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിന് പേടിയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പേടിയുണ്ട് എന്നതിന്റെ വലിയ തെളിവ് സുബ്ഹാനല്ലാഹ് ബഹുമാനമാണ്. ബഹുമാനമാണ് തഖ്വയുടെ വലിയൊരു അടയാളം. അതുകൊണ്ടാണ് ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ. ഇനി മറ്റൊരു വ്യാഖ്യാന പ്രകാരം പറയുകയാണെങ്കിൽ, ഏത് പരീക്ഷണങ്ങളും സഹിക്കാൻ അവരെ മനസ്സിന് അല്ലാഹു കഴിവ് കൊടുത്തു. നബിതങ്ങളെ ഹദ്റത്തിൽ വെച്ച് പതുക്കെ പറഞ്ഞിട്ട് അദബ് പാലിച്ചിട്ട് കിട്ടിയ ബഹുമാനാണ്. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്.
അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ തങ്ങളെ ബഹുമാനിച്ച് പരിഗണിച്ച് ശബ്ദം താഴ്ത്തിയപ്പോ ഇനി എത്ര പ്രയാസപ്പെടുന്ന വിഷയങ്ങൾ അള്ളാഹു തആല ഭൂമിയിൽ ചെയ്യാൻ പറഞ്ഞാലും അവരെ മനസ്സിൽ മടി തോന്നൂല, അവരെ മനസ്സിനത് വേണ്ടില്ലായിരുന്നു തോന്നൂല. ഏത് പ്രയാസങ്ങളും സഹിക്കാൻ തഖ്വയുള്ളത് കൊണ്ട് അവർക്ക് സാധിക്കും. അല്ലാഹു ജല്ല ജലാലുഹു എത്ര പറഞ്ഞാലും ക്ഷമിക്കാൻ അവർക്ക് കഴിവുണ്ട്. കാരണം അല്ലാഹു അതിലേക്ക് അവരെ ഖൽബിനെ പാകപ്പെടുത്തി. റളിയല്ലാഹുവിന്റെ തഫ്സീർ കേട്ടോളി, ഉലൈകല്ലദീന തഖ്വല്ലാഹു ഖുലൂബുൽ തഖ്വാ അദ്ഹബന ശഹവാതി. ആ ഖൽബിൽ നിന്ന് ദുനിയാവിനോടുള്ള എല്ലാ തരം താല്പര്യങ്ങളും അല്ലാഹു എടുത്തു മാറ്റി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനാധിക്യം കൊണ്ട് പതുക്കെ പറഞ്ഞ കാരണം അള്ളാഹു കൽബിന് കൊടുത്ത സൗന്ദര്യങ്ങളോ. നിങ്ങൾ നമുക്കൊരു ആരാധനയിൽ ശരിക്ക് നശാത്ത് ഹുദൂർ കൽബില്ലാത്ത എന്താ? ദുനിയാവിന്റെ ബേജാറുകൊണ്ടാണ്. ദുനിയാവിന്റെ ബേജാറ് വെപ്രാളം ഒന്നിനു പുറമെ ഒന്നായിട്ട് വരിക. ആ കടന്നു വരുമ്പോ ഒരു വിഷയത്തിലും പൂർണ്ണ ഇഖ്ലാസ് കിട്ടുന്നില്ല. ഇനി ഇഖ്ലാസ് കിട്ടാൻ ഒരു മാർഗമുണ്ട്. എന്താണത്? ബഹുമാനിക്കേണ്ട തലങ്ങളെ അതേ അർത്ഥത്തിൽ സ്വീകരിച്ച് ബഹുമാനം നൽകുക, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളെ ബഹുമാനിക്കുക. അപ്പോൾ അള്ളാഹു നമ്മുടെ ഖൽബിൽ കൂടുതൽ ബഹുമാനവും കൂടുതൽ പരിഗണനയും തരും. ശഹവത്തുകളൊക്കെ നീക്കിയെന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ മനസ്സിന്റെ ഒരു ക്ലിയർ നോക്ക്. നിങ്ങൾ ഏത് തരം വിഷയങ്ങൾ വന്നാലും ഒന്നിലേക്കും പോകൂല. എത്ര തരം ആർഭാടങ്ങൾ പുതുക്കി വന്നാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വഹാബത്തിനെ സ്വീകരിക്കൂല. കാരണം അവരെ ഖൽബുകൾ അല്ലാഹു അതിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. താല്പര്യപ്പെടുത്തുന്ന സംഗതി അലങ്കാരമായിട്ട് നല്ല ഭംഗിയിൽ മുന്നോട്ട് വന്നു നിന്നാലും സ്വഹാബത്ത് സ്വീകരിക്കാൻ മടി കാണിക്കും. എന്തേ കാരണം? അവർക്ക് അല്ലാഹു തആല കൊടുത്ത ബഹുമാനം കാരണം, ഖൽബിൽ അല്ലാഹു തആല നൽകിയ ബഹുമാനം കാരണം. സുബ്ഹാനല്ലാഹ്, താല്പര്യങ്ങൾ കുറഞ്ഞുപോയി. അതുകൊണ്ടാണ് കോടിക്കണക്കിന് ആസ്തിയുണ്ടായിട്ടും ഉമ്മമാരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ എല്ലാമെല്ലാം ഹബീബായ നബിതങ്ങൾക്ക് വേണ്ടി ചെലവാക്കി. ഭരണകാലഘട്ടം 15 വർഷത്തോളം ഭരിച്ചിട്ട് സകാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത പരിതസ്ഥിതിയിലേക്ക് സമൂഹത്തിലെ പാവങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് മിസ്കീനും ഫഖീറും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരികൾ, ഗവർണർമാര് പല സ്ഥലങ്ങളിൽ നിന്നും സ്വത്തിന്റെ മിച്ചം മദീനയിലേക്ക്, കേന്ദ്ര ഭരണ പ്രദേശമായ മദീനയിലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സഭയിലേക്ക് അയച്ചു കൊടുത്തിട്ടും ധരിച്ചിരുന്നത് കഷ്ണം വെച്ച കുപ്പായമാണ്. എന്തേ കാരണം? അവരെ ഖൽബുകൾക്ക് താല്പര്യം അല്ലാഹു നീക്കിക്കളഞ്ഞു. ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, പരലോകത്ത് എല്ലാം നേടണേ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ ഉമ്മമാരെ കോടീശ്വരിയാണ്. ഹബീബായ തങ്ങളുടെ കാലശേഷം 40 കൊല്ലത്തോളം ജീവിച്ച മഹദി ഓരോ മാസവും സ്വഹാബത്ത് കൊണ്ടുവരുന്ന ഹദിയ സ്വീകരിക്കാറുണ്ട്. ആ കിട്ടുന്ന ഹദിയകളൊക്കെ ഒന്ന് കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ സഹോദരിമാരിൽ ഏറ്റവും വലിയ കോടിയുള്ള മഹദി, കോടാനക്കോടിയുള്ള മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആകുമായിരുന്നു. ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കണ്ടില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് 2 സഞ്ചിയിൽ ദിർഹം കൊടുത്തയച്ചു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ 2 സഞ്ചിയിലുള്ള ദിർഹം ഒന്നെണ്ണി നോക്കുമ്പോ 1,80,000 ദിർഹമുണ്ട്. ഇന്നത്തെ 1 ലക്ഷം അല്ലല്ലോ, അന്നത്തെ 1 ലക്ഷം. അപ്പൊ ഇന്ന് കുറച്ചുകൂടി ഏറെ കൂട്ടും. 1,80,000 ദിർഹം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് നല്ല രൂപത്തിൽ തന്നെ ഒരു 5ഉം 6ഉം റൂമുകളൊക്കെ ഉള്ള വരുന്ന കൂട്ടുകാരെയും കുടുംബക്കാരെയൊക്കെ സ്വീകരിക്കാൻ പറ്റിയ വിശാലമായ സൗകര്യങ്ങളൊക്കെ സ്വീകരിച്ചൂടെ? പക്ഷെ അതിനൊന്നും അവരെ ഖൽബിൽ താല്പര്യമില്ല. അവരെ ഖൽബിന്റെ തഖ്വയാണത്. താല്പര്യമില്ല, ലേക്ക് ഉയർന്നിട്ടില്ല.
എത്തിയിട്ടില്ല, താല്പര്യമല്ല. 1,80,000 ദിർഹം കിട്ടിയിട്ട് അടിമസ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു, പാവപ്പെട്ട സാധാരണ നമ്മുടെ വീട്ടിൽ വരുന്ന സഹോദരിമാരില്ലേ, അവരോടൊക്കെ വരാൻ പറയും. രാവിലെ മുതൽ ഇരുന്നിട്ട് മഹദി വൈകുന്നേരമാകുമ്പോഴേക്കൊക്കെ കൊടുത്തു തീർത്തു. 1,80,000 ദിർഹം ഒരു ദിവസത്താണത്. അങ്ങനെ കൂട്ടിയാൽ എത്ര ഉണ്ടാകും? നിങ്ങൾ കണ്ടില്ലേ ആ താമസിക്കുന്ന റൂമിന്റെ വലുപ്പത്തിലുണ്ട്. ഹുജുറാത്തല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ പദത്തെ പറ്റി ഇൻഷാ അല്ലാഹ് നാളെ പറയാം. ആയത്ത് നാളെ വരുന്നുണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്. അവരുടെ വീടുകൾ എന്നും ചരിത്രത്തിൽ ഇടം നേടിപ്പോയി. നമുക്ക് നാളെ പറയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1,80,000 ദിർഹം മൊത്തം കൊടുത്തു. നോമ്പ് തുറക്കാൻ നേരത്ത് ആ വേലക്കാരിയായ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഒരു 2 ദിർഹം ബാക്കി വെച്ചിരുന്നെങ്കിൽ നോമ്പ് തുറക്കുമ്പോ നിങ്ങൾക്ക് നല്ല മാംസം കൂട്ടിയിട്ട് പത്തിരി കഴിക്കാമായിരുന്നല്ലോ. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞത്? ലാ തുഅന്നിഫീനി ഫീമാ അഅതൈതു. ഞാൻ കൊടുത്തതിൽ നിങ്ങൾ എന്നെ മടുപ്പിക്കരുത്. കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ കൊടുക്കണം എന്നുള്ള ചിന്തല്ലാതെ വേറൊന്നുമില്ല. അതാണ് ഈ പറഞ്ഞ തഫ്സീർ. അദ്ഹബ അൻഹശ്ശഹവാത്. അല്ലാഹുവിന്റെ ഹബീബിനെ ബഹുമാനിച്ചപ്പോ, ബഹുമാനിക്കേണ്ടതുപോലെ ബഹുമാനിച്ച് ശബ്ദിച്ചപ്പോ, അത് ശരിക്കും കൊണ്ട് പാലിച്ചപ്പോ ഖൽബാണ് അല്ലാഹു ക്ലിയർ ആക്കി തന്നത്. ബഹുമാനം കൊണ്ട് ഏറ്റവും ക്ലിയർ ആയി കിട്ടേണ്ടത് ഖൽബാണ്. ഖൽബ് ശരിക്കും കൊണ്ട് പാകപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ 2 ദിർഹം വേണമെങ്കിൽ നേരത്തെ പറഞ്ഞുകൂടായിരുന്നില്ലേ? ഞാനത് തരുമായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം കൊടുത്തു തീർത്തല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതേ രൂപത്തിൽ ആ ബഹുമാനം പാലിച്ച ആളുകൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു നമുക്കും വലിയ ബഹുമാനത്തിന്റെ വലിയ സൗന്ദര്യം നമ്മുടെ കൽബിലും അല്ലാഹു ഇട്ടു തരുമാറാകട്ടെ. മഹാന്മാരായ ഉസ്താദുമാരും മശായിഖുമാരും ബാപ്പമാരും ഉമ്മാമമാരും കുടുംബക്കാരും മൂത്തവർ, സമൂഹത്തിൽ പരിഗണിക്കേണ്ടവർ, അവരെയൊക്കെ ബഹുമാനിക്കണം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒറ്റ ഇബാറത്തും ഒന്ന് ചുരുക്കി പറഞ്ഞ് അതങ്ങനെ തന്നെ നീട്ടി വായിക്കേണ്ടതാണ്. തഫ്സീർ റാസിയിൽ കണ്ട ഇബാറത്ത് വല്ലാതെ അതിശയിപ്പിച്ചു. അതൊന്ന് ചുരുക്കി പറയട്ടെ. ഈ ആയത്തുകളൊക്കെ വിശദീകരിച്ചിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അദീം. ഈ ബഹുമാനം സ്വീകരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെറിയ വലിയ കുറ്റമുണ്ടെങ്കിലും അല്ലാഹു അവർക്ക് മാപ്പ് കൊടുക്കും. പോരാ, വഅജ്റുൻ അദീം ലാ യുഖാദിറു ഖദ്റുഹു. അളവ് കണക്കാക്കാൻ കഴിയാത്ത അത്രയും വലിയ കൂലിയുണ്ട്. ഇത് അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ തഫ്സീറാണ്. റാസി ഇമാം തങ്ങൾ പറയുന്നു, ഈ പറയുന്നതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കി തരട്ടെ. ദുനിയാവിൽ നിന്റെ ഏത് വിഷയത്തിലും, നിന്റെ ഏത് വാക്കിലും പ്രവൃത്തിയിലും, ഏത് തരത്തിലും ആദരവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ മുന്നോട്ട് വച്ചാൽ ആഖിറത്തിൽ തങ്ങൾ നിന്റെ മുന്നിൽ നിർത്തും. അസിമാമു തങ്ങൾ പറഞ്ഞ വാക്ക് നോക്ക് നിങ്ങൾ. ഇവിടെ നീ നിന്റെ ബഹുമാനത്തിലും നിന്റെ വാക്കിലും നിന്റെ പ്രവൃത്തിയിലും ഏത് വിഷയത്തിലും തങ്ങളെ നീ 1-ാം സ്ഥാനത്ത് പരിഗണിച്ചാൽ, മുന്നിൽ നിർത്തിയാൽ, വേറെ ആരുടെയും വാക്ക് കേട്ടിട്ട് നീ ചതിയിൽപ്പെടുന്നില്ല, ആരും പ്രേരിപ്പിച്ചിട്ട് നീ പിന്മാറുന്നില്ല. തങ്ങളെ നീ മുന്നിൽ നിർത്തി. ഇങ്ങനെയാണ് അവിടുന്ന് പഠിപ്പിച്ചത്, ഇങ്ങനെയാണ് അവിടുന്ന് കാണിച്ചത്, ഇങ്ങനെയാണ് അവിടുത്തെ ഇത്തിബാ എന്ന നിലക്ക് നീ മുന്നിൽ നിർത്തിയാൽ, മുന്നിൽ നിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് പാരത്രിക ലോകമാണ്. അവിടെ മുന്നിൽ നിർത്തും. എന്നിട്ട് റാസി ഇമാം തങ്ങൾ പറയാണ്, എന്താ കാരണം? ഉമ്മത്തുകൾ ആദ്യമായി മുഴുവനും പോയി തീരുന്നത് ഹബീബായ തങ്ങളെ ഉമ്മത്തിലാണല്ലോ. സ്വർഗത്തിലേക്ക് തങ്ങളെ ഉമ്മത്ത് പോയിട്ടല്ലേ മറ്റു നബിമാരുടെ ഉമ്മത്തിനെ അല്ലാഹു പരിഗണിക്കുന്നത്. ഹൗലിന്റെ അടുക്കലും പരിഗണിക്കുന്നത്, അർശിന്റെ അടുക്കലും പരിഗണിക്കുന്നത്, മീസാനിന്റെ അടുക്കലും പരിഗണിക്കുന്നത്. അതേ, ആ മുൻഗണന കിട്ടാനാണ് ലോകത്ത് ശ്രേഷ്ഠരായ അമ്പിയാക്കളും മുഴുവനും
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇസ്രായിൽ മസ്ജിദുൽ അഖ്സയിൽ വെച്ച് 3 സഫായി നിന്നിട്ട് അമ്പിയാക്കൾ സ്വീകരണം നൽകിയപ്പോ മുന്നോട്ട് നിർത്തിയത് തങ്ങളെയാണല്ലോ നബിയേ. ജമീഉൽ അംബിയാഇ വറുസുൽ, മുഴുവൻ നബിമാരും മുഴുവൻ മുർസലീങ്ങളും അങ്ങേക്ക് നൽകിയ ആദരവ് എന്തിനാണ്? നാളെ ആഖിറത്തിൽ അവർക്കൊക്കെ മുൻഗണന ലഭിക്കണല്ലോ. തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദബി, മഖ്ദൂമായ ഉസ്താദ് വരുമ്പോ ഖാദിമുകളായ ശിഷ്യന്മാര് മുന്നിൽ നിർത്തും പോലെ, വഴിമാറി കൊടുക്കും പോലെ, സീറ്റ് കൊടുക്കും പോലെ, ബാപ്പ വരുമ്പോ മക്കളെ എഴുന്നേറ്റ് കൊടുക്കും പോലെ, ഉമ്മ വരുമ്പോൾ മക്കൾ സ്ഥാനം കൊടുക്കും പോലെ, മൂത്ത ആളുകൾ വരുമ്പോ താഴെയുള്ളവര് ബഹുമാനിക്കും പോലെ, തഖ്ദീമ മഖ്ദൂമിൻ അലാ ഖദബി, ഖാദിമീങ്ങൾ മഖ്ദൂമിനെ നിന്ദിക്കുന്നത് പോലെ, ഖാദിമീങ്ങൾ മഖ്ദൂമിനെ നിന്ദിക്കും പോലെ അവസാനം വന്ന നബിയെ തങ്ങളെ നബിമാര് മുന്നോട്ട് വെച്ചില്ലേ എന്ന് ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞില്ലേ? അത് വെറുതെ അല്ല കേട്ടോ, ആഖിറത്തിൽ പരിഗണന കിട്ടാനാ. അതുകൊണ്ട് ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ, നമ്മുടെ വിഷയം ഇന്നിവിടെ ചുരുക്കട്ടെ. നാളെ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാറുണ്ട്. ഇതിന്റെ ബാക്കിയും അനന്തര വിഷയങ്ങളും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ നിർത്തുന്നതിൽ വിജയിക്കണം, അവിടുത്തെ സുന്നത്ത് ഇത്തിബാ ചെയ്യുന്നതിൽ വിജയിക്കണം, അതേ അവിടുത്തെ മഹബത്ത് വെക്കുന്നതിൽ വിജയിക്കണം. എല്ലാ തരങ്ങളിലും ഹബീബായ നബി തങ്ങളെ മുന്നിൽ നിർത്തുന്നതിൽ സ്വലാത്ത് കൊണ്ട് വിജയിക്കണം, മധുര കൊണ്ട് വിജയിക്കണം. ജീവിതകാലത്തെ ഏറ്റവും മധുര പറഞ്ഞത് തങ്ങളെയാകണം, ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയത് തങ്ങളെ പേരിലാകണം, ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്നത് തങ്ങളെയാകണം, ഏറ്റവും അധികം അടുത്തുകൂടാൻ ആഗ്രഹിക്കുന്നത് തങ്ങളെയാകണം, ചാരത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് തങ്ങളെയാകണം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഖ്ദീം കൊടുക്കണം എന്ന് ഈ ആയത്തിന്റെ വിവക്ഷയിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മുൻഗണനാക്രമം മറക്കരുത്. എന്തിനാണ്? ആഖിറത്തിൽ നമ്മെ പരിഗണിക്കാനും നമുക്ക് അവിടെ സ്ഥാനം കിട്ടാനും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ നല്ല സന്തോഷത്തോടെ കഴിയാനുമാണ്. അത് തന്നെയാണ് സ്വഹാബിമാർ ആഗ്രഹിച്ചത്, അത് തന്നെയാണ് താബിയുകൾ ആഗ്രഹിച്ചത്, അത് തന്നെയാണ് തബഉ താബിയുകൾ ആഗ്രഹിച്ചത്, എല്ലാ ഉലമാവും സാദാത്തുക്കളും ആഗ്രഹിച്ചത്. അതേ വഴിയിലേക്ക് ബഹുമാനം വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ അർത്ഥത്തിൽ ബഹുമാനിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ, നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കി തരട്ടെ.